ഹായ്. ഇന്ന് നമ്മൾ ക്യുവറ്റ് യു ജിയുടെ ബയോളജി എക്സാമിന് വരുന്ന ഒരു പാർട്ടാണ് പറയുന്നത്, ബയോടെക്നോളജി ആൻഡ് ഇറ്റ്സ് അപ്ലിക്കേഷൻ. അപ്പൊ ആ ഒരു പാർട്ടിൽ രണ്ട് കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് വരുന്നത്. അതായത് ബയോടെക്നോളജിയുടെ പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്സും അതുപോലെ തന്നെ ബയോടെക്നോളജിയുടെ അപ്ലിക്കേഷൻ. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബയോടെക്നോളജിയിൽ വരുന്ന പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ് ആണ്. അപ്പൊ അത് പറയുന്നതിന് മുമ്പ് ഫസ്റ്റ് എങ്ങനെയാണ് ഈ ബയോടെക്നോളജി എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാഞ്ച് ഇവോൾവ് ചെയ്തത്, അതിന്റെ ഹിസ്റ്ററി എന്താണെന്ന് ഫസ്റ്റ് നോക്കാം. അപ്പോൾ 17th സെഞ്ചുറി, അതായത് ആ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ പ്രൊമിനന്റ് ആയിട്ടുള്ള ഒരു സയന്റിസ്റ്റ് എന്ന് പറയുന്നത് റെനി ഡെസ്കാർട്ടസ് ആണ്. അപ്പൊ റെനി ഡെസ്കാർട്ടസിന്റെ ടൈമിലാണ് ഇങ്ങനെ കൂടുതലും അപ്ലിക്കേഷൻ ലെവലിലുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനായിട്ട് തുടങ്ങിയത്. റെനി ഡെസ്കാർട്ടസ് അപ്ലിക്കേഷൻ ലെവലിൽ, അതായത് അതുവരെയും നാച്ചുറൽ സയൻസ്, അതായത് ട്രഡീഷണൽ ആയിട്ടുള്ള കുറെ സബ്ജക്ട്സ് ഉണ്ട്, അതായത് ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ്, അതിനൊക്കെ ആയിരുന്നു ഇമ്പോർട്ടൻസ്. നാച്ചുറൽ സയൻസസിനായിരുന്നു ഇമ്പോർട്ടൻസ്. പക്ഷെ അത് വെച്ച് എങ്ങനെ ഹ്യൂമൻസിന് യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്ട്സ്, പ്രോസസ്സ് ഉണ്ടാക്കാം എന്നുള്ളത് അതുവരെയും അറിയുണ്ടായിരുന്നില്ല. അപ്പം ഈ ഒരു സമയത്താണ് എന്ത് ചെയ്യാൻ തുടങ്ങിയത്, ഇങ്ങനെയുള്ള ടെക്നോളജീസ്, എഞ്ചിനീയറിങ്, അങ്ങനെ ഹ്യൂമൻ ലൈഫിന് ഏറ്റവും കൂടുതൽ കംഫർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയൊക്കെ ഈ ടെക്നോളജീനെയും എഞ്ചിനീയറിംഗ് അതുപോലെയുള്ള അപ്ലിക്കേഷൻ ലെവൽ സബ്ജക്ട്സ്, അപ്ലൈഡ് സബ്ജക്ട്സ് എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളത് ഈ ഒരു സമയത്താണ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നത്. അങ്ങനെ ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ എന്ത് ചെയ്തു, അതിൽ നിന്നും എഞ്ചിനീയറിംഗ് ഉണ്ടായി. അതുപോലെ തന്നെ നാച്ചുറൽ ഫിനോമിനാസ് നിന്നും ആന്ത്രോപ്പോ സെൻട്രിക് ആയിട്ടുള്ള സബ്ജക്ട്സ് ഉണ്ടായി. അതുപോലെ തന്നെ ടെക്നോളജി, അതുപോലെ ഇൻഡസ്ട്രീസ്, അതൊക്കെയും വന്നത് ഈ ഒരു ടൈമിലാണ്, അതായത് റെനി ഡെസ്കാർട്ടസിന്റെ ടൈമിലാണ്. ദെൻ ആ ഒരു സമയത്ത് തന്നെ ഉണ്ടായിട്ടുള്ള ഒരു ബ്രാഞ്ചാണ് ബയോടെക്നോളജി എന്ന് പറയുന്നത്. പക്ഷെ ആ ബ്രാഞ്ചിന് ബയോടെക്നോളജി എന്നൊന്നും ഒരു പേരൊന്നും അന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ആ ഒരു സമയത്താണ് നാച്ചുറൽ സയൻസിൽ നിന്ന് ഇങ്ങനെ കുറെ ടെക്നോളജീസ് ആയിട്ട് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങിയത്. ഓക്കെ, ദെൻ ബയോടെക്നോളജിയിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് പ്രൊമിനന്റ് സയന്റിസ്റ്റ് ആരൊക്കെയാന്ന് നോക്കാം. അപ്പൊ ഏറ്റവും ഫസ്റ്റ് പറയുന്നത് ഹെർബർട്ട് ബോയറിനെ കുറിച്ചിട്ടാണ്. ഹെർബർട്ട് ബോയർ 1936 എന്ത് ചെയ്തു, ഇപ്പം റെയിൽ റോഡ്സ് ഉണ്ട്, അതുപോലെ തന്നെ മൈൻസ് ഒക്കെ ഉണ്ട്. അവിടെയാണ് യങ് മെൻസ് എന്ത് ചെയ്തിരുന്നത്, വർക്ക് ചെയ്തിരുന്നത്. അപ്പം അവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് ആള് ചെയ്തിരുന്ന കുറച്ച് വർക്കും, അതായത് സ്റ്റഡീസും കാര്യങ്ങളാണ് പറയുന്നത്. ആള് കുറെ കഴിഞ്ഞപ്പോൾ 1966 എന്ത് ചെയ്തു, യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ, അതായത് സാൻ ഫ്രാൻസിസ്കോയിലുള്ള യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയയിൽ പ്രൊഫസർ ആയിട്ട് വരികയാണ്, അസിസ്റ്റന്റ് പ്രൊഫസർ ആയിട്ട് വരികയാണ്. അങ്ങനെ 1969 റെസ്ട്രിക്ഷൻ എൻസൈംസ് കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഈ ഹെർബർട്ട് ബോയർ ഒരിക്കലും ഇപ്പൊ റെസ്ട്രിക്ഷൻ എൻസൈംസ് ആരാണ് ഡിസ്കവർ ചെയ്തത് എന്നുള്ളത് നമ്മൾ ഗൂഗിൾ ചെയ്ത് നോക്കുമ്പോൾ വെർണർ ആർബർ അതുപോലെ സ്റ്റുവാർട്ട് ലിൻ, അങ്ങനെ രണ്ടുപേരുടെ പേരാണ് അതിൽ വരിക. കാരണം ഏറ്റവും കൂടുതൽ സ്റ്റഡീസ് ചെയ്തതും ഏറ്റവും കൂടുതൽ അതിൽ നിന്നും പുതിയ പുതിയ റെസ്ട്രിക്ഷൻ എൻസൈംസിന്റെ വേറെ വേറെ കാര്യം, അതായത് റെസ്ട്രിക്ഷൻ എൻസൈംസ് ഹൈൻ 2 ഉണ്ട്, ഹൈൻ 3 ഉണ്ട്, അങ്ങനെ പല ടൈപ്പ് പ്രിപ്പയർ ചെയ്തത് വെർണർ ആർബർ അതുപോലെ സ്റ്റുവാർട്ട് ലിൻ കൂടിയിട്ടാണ്. ഹെർബർട്ട് ബോയർ ജസ്റ്റ് അങ്ങനെ ഇപ്പോ ഈ എൻസൈംസ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, റെസ്ട്രിക്ഷൻ എൻസൈംസ് കൺവേർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കിയത് ഈ ഒരു ഹെർബർട്ട് ബോയർ ആണ്. അതിനെ കൂടുതൽ ഡെവലപ്പ് ചെയ്തത് വെർണർ ആർബറും അതുപോലെ സ്റ്റുവാർട്ട് ലിനും കൂടിയിട്ടാണ്. അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്തതൊക്കെ. അങ്ങനെ ഹെർബർട്ട് ബോയറിന്റെ സ്റ്റഡീസിലാണ് ഒരു കാര്യം മനസ്സിലായത്, അതായത് ഇപ്പം ഈ DNA സ്ട്രാൻഡ്സ് അത് ചില പെർട്ടിക്കുലർ ഫാഷനിൽ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് സ്റ്റിക്കി എൻഡ്സ് ഉണ്ടായിരിക്കും. ഇനി ആ സ്റ്റിക്കി എൻഡ്സിന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു പീസ് DNA ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, പേസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ പേസ്റ്റ് ചെയ്യുന്നത് അതിന് യൂസ് ചെയ്യുന്ന എൻസൈംസ് ഏതാണെന്നൊന്നും ഹെർബർട്ട് ബോയറിന് അന്ന് അറിയണ്ടായിരുന്നില്ല, കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇതുപോലെ സ്റ്റിക്കി എൻഡ്സ് ഉണ്ടാകുന്നുള്ളതൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ദെൻ അത് കഴിഞ്ഞപ്പോൾ വന്നിട്ടുള്ള ഒരു സയന്റിസ്റ്റ് ആണ് സ്റ്റാൻലി കോഹൻ. അപ്പൊ കോഹൻ കണ്ടുപിടിച്ച എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഈ സൈറ്റോപ്ലാസത്തില് ഫ്രീ ആയിട്ട് കുറെ പ്ലാസ്മിഡ്സ് ഉണ്ട്. പ്ലാസ്മിഡ് എന്ന് പറയുന്നത് സ്മോൾ റിംഗ്ലെറ്റ്സ് ആണ്, അതായത് DNA സ്മോൾ റിംഗ്ലെറ്റ്സ്, റൗണ്ട് പോലെ കാണുന്ന DNA അല്ലെങ്കിൽ സർക്കുലർ DNA ഒക്കെയാണ് പ്ലാസ്മിഡ്. അപ്പൊ ഇതുപോലെ കുറെ ബാക്ടീരിയൽ സെല്ലിൽ ഇങ്ങനെ സൈറ്റോപ്ലാസത്തിൽ ഫ്രീലി ആയിട്ട് ഈ പ്ലാസ്മിഡ്സിനെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിനെന്ത് ചെയ്യാൻ പറ്റും,
ഇൻഡിപെൻഡന്റ്ലി റെപ്ലിക്കേറ്റ് ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പൊ ഈ ഒരു സംഭവം സ്റ്റഡി ചെയ്തത് സ്റ്റാൻലി കോഹൻ ആണ്. അപ്പൊ ഈ ഒരു മെത്തേഡ് വെച്ചിട്ട് സ്റ്റാൻലി കോഹൻ പിന്നീട് കണ്ടുപിടിച്ചൊരു സംഭവമാണ്. അതായത് ഈ മെത്തേഡ് ഒന്ന് ഡെവലപ്പ് ആക്കി. അതായത് ഈ പ്ലാസ്മിഡ്സിനെ റിമൂവ് ചെയ്തിട്ട്, ഈ സെൽസിനെ റിമൂവ് ചെയ്തിട്ട് വേറെ സെൽസിലോട്ട് റീഇൻസേർട്ട് ചെയ്ത് നോക്കി. അപ്പം അവിടെ നടക്കുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പ്രോസസ്സ് കമ്പൈൻ ചെയ്തപ്പോൾ DNA സ്പ്ലൈസിങ് എന്ന് പറഞ്ഞിട്ടുള്ള പുതിയൊരു ടെക്നിക്ക് അവിടെ ഫോം ചെയ്യാം. DNA സ്പ്ലൈസിങ് എന്ന് പറഞ്ഞിട്ടുള്ള പുതിയൊരു ടെക്നിക്ക് ഉണ്ടായി. അതായത് ഒരു സെല്ലിൽ കാണുന്ന പ്ലാസ്മിഡ് അവിടുന്ന് എടുത്ത് റീഇൻസേർട്ട് ചെയ്തു വേറൊരു സെല്ലിലോട്ട്. അപ്പൊ അവിടെ പറയുന്ന പേരാണ് DNA സ്പ്ലൈസിങ്. അപ്പൊ ഈ ഒരു പ്രോസസ്സ് ഫോം ചെയ്തത് ബോയറിന്റെയും കോഹന്റെയും രണ്ടുപേരുടെയും ഫൈൻഡിങ്സ് എന്ത് ചെയ്തു, കമ്പൈൻ ചെയ്തപ്പോഴാണ്. അങ്ങനെ ഡിസയേർഡ് കോൺഫിഗറേഷൻസിലുള്ള DNAs ഉണ്ടാവാനായിട്ട് തുടങ്ങി. ഇനി ഈ DNA ബാക്ടീരിയൽ സെല്ലിലോട്ട് വീണ്ടും ഇൻസേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പം ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊന്നും ഒരിക്കലും ഇവര് എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ടുള്ളൂ. ഇപ്പം ഒരു സെല്ലിൽ നിന്ന് പ്ലാസ്മിഡ് എടുത്ത് വേറൊരു സെല്ലിലോട്ട് കൊടുത്തു. അപ്പൊ അവിടെ എന്ത് ചെയ്തു, ഈ അവിടെ കമ്പൈനിങ് നടന്നു. എന്നിട്ട് അവിടെ വേറൊരു റീകോമ്പിനന്റ് DNA ഉണ്ടായി. പക്ഷെ അതെങ്ങനെയാണ്, എങ്ങനത്തെ രീതിയിലാണ് നടക്കുന്നത് എന്നൊന്നും ഇവര് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇത്രയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവര് ഓൾറെഡി ഇൻവെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഇവര് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു വെച്ച് കഴിഞ്ഞപ്പോൾ വേറെയും കുറെ സയന്റിസ്റ്റ് എന്ത് ചെയ്തു, ഇതിനെ കുറിച്ച് കൂടുതൽ ഫർദർ ഡീറ്റെയിൽഡ് ആയിട്ട് സ്റ്റഡി ചെയ്യാനും അതുപോലെ കൂടുതൽ ടെക്നോളജീസ് ഈ പ്രിൻസിപ്പിളും പ്രോസസ്സും വെച്ചിട്ട് ഉണ്ടാക്കാനും തുടങ്ങി. അപ്പം ഇതില് ഇപ്പൊ റെനി ഡെസ്കാർട്ടസിന്റെ പേര് പറഞ്ഞു, അതുപോലെ ഹെർബർട്ട് ബോയറിന്റെ പേര് പറഞ്ഞു. റെസ്ട്രിക്ഷൻ എൻസൈംസ് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ എഴുതേണ്ടത് ഈ ഹെർബർട്ട് ബോയറിന്റെ പേരാണ്. കാരണം ബെർണർ ആർബറിന്റെയും സ്റ്റുവാർട്ട് ലിന്റെയും പേര് ടെക്സ്റ്റിൽ കൊടുത്തിട്ടില്ല. അപ്പൊ NCERT ആണ് ബേസിക് ആയിട്ട് പറയുന്നത്. അപ്പം റെസ്ട്രിക്ഷൻ എൻസൈമിന്റെ കേസ് ചോദിക്കുമ്പോൾ ഹെർബർട്ട് ബോയർ എന്ന് പറഞ്ഞാൽ മതി. അതുപോലെ തന്നെ പ്ലാസ്മിഡ്സിനൊക്കെ കുറിച്ച് കൂടുതൽ സ്റ്റഡി ചെയ്തത് സ്റ്റാൻലി കോഹൻ ആണ്. അല്ലെങ്കിൽ പ്ലാസ്മിഡ്സിനെ തന്നെ ഇൻവെന്റ് ചെയ്തത് സ്റ്റാൻലി കോഹൻ ആണെന്ന് പറയാം. ഇനി ബയോടെക്നോളജിയുടെ ഫാദർ ആരാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് കാൾ റിക്കി ആണ്. കാൾ റിക്കി. അപ്പൊ ഇത്രയും പേരുകൾ ഓർമ്മിച്ച് വെക്കണം, അത് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ കൂടുതലും ഈ ഒരു QAT UGയിൽ ചോദിക്കുന്നത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോ ഇത്രയും പ്രോസസ്സും കാര്യങ്ങളും നന്നായി മനസ്സിലാക്കിയാലാണ് ആ ചോയ്സസ് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ, ഓപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിനാണ് പ്രിൻസിപ്പിൾസും പ്രോസസ്സും കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം എന്ന് പറയുന്നത്. ഇനി ഈ ബയോടെക്നോളജിയിൽ വരുന്ന പ്രിൻസിപ്പിൾസും പ്രോസസ്സും എന്താന്ന് നോക്കാം. ഏറ്റവും ഫസ്റ്റ് ബയോടെക്നോളജി എന്താന്ന് നോക്കാം. ബയോടെക്നോളജി ഡീൽസ് വിത്ത് ദ ടെക്നിക്സ് ഓഫ് യൂസിങ് living organism or enzymes from organism to produce products and process useful to humans. അതായത് ഹ്യൂമൻസിന് യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റും അതുപോലെ തന്നെ പ്രോസസ്സും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓൾറെഡി ഉള്ള ലിവിങ് ഓർഗാനിസത്തിനെയോ അല്ലെങ്കിൽ അവരുടെ എൻസൈംസിനെയോ ഒക്കെ യൂസ് ചെയ്യുന്നതിനെയാണ് ബയോടെക്നോളജി എന്ന് പറയുന്നത്. അതായത് ലിവിങ് ഓർഗാനിസത്തിന് അല്ലെങ്കിൽ അവരുടെ എൻസൈംസിനൊക്കെ യൂസ് ചെയ്തുകൊണ്ട് ഹ്യൂമൻസിന് യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് പ്രോസസ്സ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ബയോടെക്നോളജിയുടെ ഫംഗ്ഷൻ. ഇനി ഇപ്പൊ ഈ ഒരു ടെക്നോളജി യൂസ് ചെയ്തിട്ടാണ് ഇപ്പൊ നമ്മൾക്കറിയാം കേർഡ്, ബ്രെഡ്, വൈന് അതൊക്കെ മൈക്രോ മീഡിയേറ്റഡ് പ്രോസസ്സുകളാണ്. അപ്പൊ ഇതെല്ലാം വന്നിട്ടുള്ളത് ഈ ഒരു ബയോടെക്നോളജിയുടെ അഡ്വാൻസ്മെന്റ് കൊണ്ടാണ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ ഇതിലെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതായത് ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസംസ് ടു അച്ചീവ് ദ സെയിം ഓൺ ലാർജ് സ്കെയിൽ. അതായത് ഇവിടെ യൂസ് ചെയ്യുന്നത് ഇപ്പം കേർഡ്, ബ്രെഡ്, വൈൻ എന്നൊക്കെ നമ്മൾ പറഞ്ഞു, അത് കൂടുതൽ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷനിൽ വരണമെന്നുണ്ടെങ്കിൽ അവിടെ യൂസ് ചെയ്യുന്നത് ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസത്തിനെയാണ്. അപ്പൊ ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസത്തിനെ യൂസ് ചെയ്യുന്നത് വഴി എന്ത് ചെയ്യാൻ പറ്റും, ഈ കേർഡിന്റെയും ബ്രെഡിന്റെയും വൈനിലേക്ക് ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ഉണ്ടാക്കാനായിട്ട് പറ്റും. ഇനി ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം എന്ന് പറയുന്നത് ബയോടെക്നോളജിയുടെ ഒരു പ്രൊഡക്റ്റ് ആണ്. അതായത് റീകോമ്പിനന്റ് DNA ടെക്നോളജി വഴി ഉണ്ടാക്കുന്ന ഇതാണ് എന്ത്, ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം. സാധാ ഓർഗാനിസത്തിന് ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസംസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ബയോടെക്നോളജിയുടെ ഫംഗ്ഷൻ. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പൊ ബയോടെക്നോളജി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫർദർ മെനി അതർ പ്രോസസ് ടെക്നിക്സ് ആർ ഓൾസോ ഇൻക്ലൂഡഡ് അണ്ടർ ബയോടെക്നോളജി. ഫോർ എക്സാമ്പിൾ, അതിനൊരു എക്സാമ്പിൾ ആണ് ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ. ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ നമ്മൾ കേട്ടിട്ടുണ്ടാകും. എഗ്ഗും അതുപോലെ തന്നെ സ്പെർമും കൂടിയിട്ട് ഫ്യൂസ് ചെയ്ത് സൈഗോട്ട് ഫോം ചെയ്യും. അത്
വോംബിലല്ലാതെ പുറത്തൊരു ടെസ്റ്റ് ട്യൂബിൽ ചെയ്യുന്നതിനെയാണ് ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. അതായത് ഒപ്റ്റിമം കണ്ടീഷൻസ് ഒക്കെ കൊടുത്തിട്ട് എന്നിട്ട് അതെന്ത് ചെയ്യും, ഒരു മദറിലോട്ട് വീണ്ടും അത് ഇൻജെക്ട് ചെയ്യും. അങ്ങനെ ഉണ്ടാകുന്നതാണ് ടെസ്റ്റ് ട്യൂബ് ബേബി എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു മെത്തേഡും അഡ്വാൻസ് ചെയ്തിട്ടുള്ളത് ഈ ബയോടെക്നോളജി പ്രോസസ് വഴി അല്ലെങ്കിൽ ബയോടെക്നോളജി ഫീൽഡ് വഴിയാണ്. ഓക്കെ, ദെൻ യൂറോപ്യൻ ഫെഡറേഷൻ ഓഫ് ബയോടെക്നോളജി EFB, ഇത് ഇമ്പോർട്ടന്റ് ആണ്, ചിലപ്പോൾ എക്സ്പാൻഡ് ചെയ്യാനൊക്കെ ചോദിക്കും. യൂറോപ്യൻ ഫെഡറേഷൻ ഓഫ് ബയോടെക്നോളജി. അപ്പൊ ഇവര് ഡിഫൈൻ ചെയ്യുന്ന ഒരു ഡെഫിനിഷൻ ഉണ്ട്. അതായത് ദ ഇന്റഗ്രേഷൻ ഓഫ് നാച്ചുറൽ സയൻസ് ആൻഡ് ഓർഗാനിസംസ്, സെൽസ്, പാർട്സ് thereof and molecular analogues for products and services. അതായത് നാച്ചുറൽ സയൻസിനെയും ഓർഗാനിസത്തിനെയും പിന്നെ സെൽസിനെയും അതുപോലെ അവരുടെ പാർട്സിനെയും അല്ലെങ്കിൽ മോളിക്കുലർ അനലോഗ്സിനൊക്കെ യൂസ് ചെയ്തുകൊണ്ട് പ്രോഡക്ട്സ് അല്ലെങ്കിൽ സർവീസസ്, ഹ്യൂമൻസിന് വേണ്ട പ്രോഡക്റ്റ് സർവീസസ് ഉണ്ടാക്കാം. അതാണ് ബയോടെക്നോളജി. ഇത് യൂറോപ്യൻ ഫെഡറേഷൻ ഓഫ് ബയോടെക്നോളജി EFBയുടെ ഒരു ഡെഫിനിഷൻ ആണ് ബയോടെക്നോളജിനെ ബേസ് ചെയ്തിട്ട്. ദെൻ ഇനി എന്തൊക്കെയാണ് ബയോടെക്നോളജിയിൽ വരുന്ന മെയിൻ പ്രിൻസിപ്പിൾസ് എന്ന് നോക്കാം. ദെൻ 2 കോർ ടെക്നിക്സ് ആണ് മെയിൻ ആയിട്ടും ഉള്ളത്. അതായത് 2 ടെക്നിക്സ് വഴിയാണ്, അതായത് മുമ്പ് പറഞ്ഞു വെച്ചിട്ടുള്ള സയന്റിസ്റ്റ് 2 ടെക്നിക്സ് ആണ് പറഞ്ഞു വെച്ചിട്ടുള്ളത്. അതാണ് കോർ ടെക്നിക്സ് എന്ന് പറയുന്നത്. ഈ ഒരു 2 ടെക്നിക്ക് അല്ലെങ്കിൽ 2 പ്രിൻസിപ്പിളിൽ നിന്നാണ് ഇപ്പൊ കാണുന്ന ബയോടെക്നോളജിയുടെ ടെക്നോളജീസും പ്രോസസ്സും പ്രോഡക്ട്സ് ഒക്കെ ഇവോൾവ് ആയിട്ടുള്ളത്. അപ്പൊ എന്താണെന്ന് നോക്കാം. ജനറ്റിക് എഞ്ചിനീയറിംഗ് ആണ് ഫസ്റ്റ് ടെക്നിക്. അതായത് ടെക്നിക്സ് ടു ഓൾട്ടർ ദ കെമിസ്ട്രി ഓഫ് ജനറ്റിക് മെറ്റീരിയൽ. ഇപ്പൊ നമുക്കറിയാം ഓർഗാനിസം, അത് പ്ലാന്റ് ആയാലും ആനിമൽ ആയാലും അവരുടെ സെൽസിൽ എന്തുണ്ട്, ജനറ്റിക് മെറ്റീരിയൽ ഉണ്ട്. ഇപ്പൊ ജനറ്റിക് മെറ്റീരിയൽ DNA തന്നെ ആവണമെന്ന് നിർബന്ധമില്ല. ഹ്യൂമൻസിന്റെ കേസിൽ DNA ആണ്, പക്ഷെ RNA ജനറ്റിക് മെറ്റീരിയൽ ആയിട്ടുള്ള ഓർഗാനിസംസും ഉണ്ട്. ഫോർ എക്സാമ്പിൾ വൈറസ്, RNA വൈറസ് ഒക്കെ RNA ജനറ്റിക് മെറ്റീരിയൽ ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ്. അപ്പം അവരുടെ DNA RNA അവരുടെ ആ ഒരു കെമിസ്ട്രി, അതായത് DNAക്കും RNAക്കും ഒരു കെമിസ്ട്രി ഫോർമുലയുണ്ട്. അപ്പൊ അതിൽ ചേഞ്ചസ് വരുത്തി ആ ഒരു കെമിസ്ട്രിനെ ഓൾട്ടർ ചെയ്തിട്ട് ഉണ്ടാക്കുന്ന പുതിയ ഫീനോടൈപ്സ്, അതിനെയാണ് ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസംസ് എന്ന് പറയുന്നത്. ടു ഇൻട്രൊഡ്യൂസ് ദീസ് ഇൻ ടു ഹോസ്റ്റ് ഓർഗാനിസംസ്. അതായത് ഈ DNA RNA, ഇപ്പോൾ ഹ്യൂമൻസിന്റെ കേസിലാണെങ്കിൽ അവരുടെ DNA എടുക്കും, അതിലെ കെമിസ്ട്രി ഓൾട്ടർ ചെയ്തിട്ട് വീണ്ടും അത് ഹോസ്റ്റ് ഓർഗാനിസത്തിലോട്ട് വീണ്ടും ഇൻസേർട്ട് ചെയ്യും. അപ്പൊ അവിടെ എന്തുണ്ടാകും, ഓൾട്ടർ ചെയ്തല്ലോ DNA. പിന്നെ അവിടെ ഉണ്ടാകുന്ന ഫീനോടൈപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോർഫോളജിക്കൽ അപ്പിയറൻസ് ആണ്. അപ്പൊ അവരുടെ ജീനോടൈപ്പിലും വ്യത്യാസം വരും, അതുപോലെ തന്നെ ഫീനോടൈപ്പിലും വ്യത്യാസം വരും. അതാണ് ഫസ്റ്റ് ടെക്നിക് എന്ന് പറയുന്നത്. ആദ്യത്തെ കോർ ടെക്നിക് ആണ് ജനറ്റിക്കൽ എഞ്ചിനീയറിംഗ്. ദെൻ രണ്ടാമത്തെ കോർ ടെക്നിക് ആണ് മെയിൻ്റനൻസ് ഓഫ് സ്റ്റെറൈൽ ആംബിയൻസ്. അതായത് മൈക്രോബിയൽ കണ്ടാമിനേഷൻ ഫ്രീ ആംബിയൻസ്. അതായത് സ്റ്റെറൈൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം മൈക്രോബ്സിനെ വാഷ് ഔട്ട് ചെയ്തിട്ടുള്ള ആ ഒരു ഇതിനെയാണ് സ്റ്റെറൈൽ എന്ന് പറയുന്നത്. അപ്പൊ സ്റ്റെറൈൽ ആയിട്ടുള്ള ആംബിയൻസ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് കൊണ്ടുവരുന്ന കെമിക്കൽ എഞ്ചിനീയറിംഗ് പ്രോസസ്. അപ്പൊ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിസൈർഡ് മൈക്രോബ്സിനെ അല്ലെങ്കിൽ ഡിസൈർഡ് യൂക്കാരിയോട്ടിക് സെൽസിനെ ഗ്രോ ചെയ്യാനായിട്ട് പറ്റും ലാർജ് ക്വാണ്ടിറ്റീസിൽ. ഇപ്പൊ മൈക്രോബ്സിനെ എന്തിനാണ് മൈക്രോ ഫ്രീ ആക്കുന്നത് അല്ലെങ്കിൽ സ്റ്റെറൈൽ ആക്കുന്നത് എന്നുള്ളത് ചിലപ്പോൾ ഒരു ഡൗട്ട് വരും. അതായത് ഇപ്പൊ നമ്മൾ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഈക്കോളൈനെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഗ്രോ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ കൾച്ചർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് വിചാരിക്കാം. അപ്പൊ ഈ ഈക്കോളൈ മാത്രമാണ് നമുക്ക് വേണ്ടു. പക്ഷെ ഈക്കോളൈ ഒരു ബാക്ടീരിയ ആണ്, അതുപോലെ തന്നെ വേറെയും ഒരുപാട് ബാക്ടീരിയാസ് ഉണ്ട്. അപ്പൊ ഈ ഈക്കോളൈ നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ വേറെ ബാക്ടീരിയാസ് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ കൾച്ചർ ചെയ്യുന്ന ആ ഒരു മീഡിയത്തിലോ അല്ലെങ്കിൽ ആ ഒരു പെട്രി പ്ലേറ്റിലോ വരാൻ പാടില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, UV റേസിൽ വെക്കും. അപ്പൊ എന്ത് ചെയ്യും, ബാക്കിയുള്ള ബാക്ടീരിയാസ് അല്ലെങ്കിൽ ബാക്കിയുള്ള മൈക്രോബ്സ് ഒക്കെ ഡിസ്ട്രോയിഡ് ആയി പോകും. അപ്പൊ അതിനെയാണ് മൈക്രോബിയൽ കണ്ടാമിനേഷൻ ഫ്രീ എന്ന് പറയുന്നത്. അത് എന്തിനാണ് ചെയ്യുന്നത്, മെയിൻ ആയിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്ന ഡിസൈർഡ് മൈക്രോബ്സിന്റെ കൾച്ചറിന് വേണ്ടിയിട്ട് ആണ് ചെയ്യുന്നത്. ബാക്കിയുള്ള എല്ലാ മൈക്രോബ്സും ഡിസ്ട്രോയിഡ് ആയി പോവാം. അപ്പൊ അതിനാണ് മെയിൻ്റനൻസ് ഓഫ് സ്റ്റെറൈൽ ആംബിയൻസ് അല്ലെങ്കിൽ മൈക്രോബിയൽ കണ്ടാമിനേഷൻ ഫ്രീ ആക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ 2 ടെക്നോളജീസ്, ഇപ്പം ഈ ഒരു ടെക്നോളജി യൂസ് ചെയ്യുന്നത് മാനുഫാക്ചർ ഓഫ് ബയോടെക്നോളജിക്കൽ പ്രോഡക്ട്സ് ലൈക്ക് ആന്റിബയോട്ടിക്സ്, വാക്സിൻസ്, എൻസൈംസ്. അപ്പൊ ആന്റിബയോട്ടിക്സും വാക്സിൻസും
എൻസൈംസും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഈ രണ്ട് കോർ ടെക്നിക്സ് ആണ് ബയോടെക്നോളജിക്ക് ഉള്ളത്. ഈ കോർ ടെക്നിക്സിൽ നിന്നുമാണ് ഇപ്പൊ കാണുന്ന ബയോടെക്നോളജിക്കൽ പ്രോസസ് ആൻഡ് പ്രോഡക്ട്സ് അതായത് ഇവോൾവ് ആയിട്ടുള്ളത്, അതിന്റെയൊക്കെ അഡ്വാൻസ്മെന്റ് വന്നിട്ടുള്ളത്. ദെൻ എങ്ങനെയാണ് ഈ പ്രിൻസിപ്പിൾസിന്റെ കോൺസെപ്ച്വൽ ഡെവലപ്മെന്റ് നടക്കുന്നത് എന്നുള്ളതാണ് നെക്സ്റ്റ് പറയുന്നത്. ഓക്കെ, അപ്പം എക്സാം ഓറിയന്റഡ് ആയിട്ട് പറയുമ്പോൾ ഈ രണ്ട് ടെക്നിക്സ് തരാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഓപ്ഷൻസിൽ ഒരു ടെക്നിക്ക് തരും, അങ്ങനെ ഇതിൽ നിന്നും ഏതാണ് കോർ ടെക്നിക് ആയിട്ട് വരുന്നത് എന്നുള്ളത് ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ കോർ ടെക്നിക്സ് ആയിട്ട് വരുന്നത് ജനറ്റിക്കൽ എഞ്ചിനീയറിംഗും അതുപോലെ തന്നെ മെയിൻ്റനൻസ് ഓഫ് സ്റ്റെറൈൽ ആംബിയൻസും ആണ്. ഓക്കെ, ദെൻ ഇനി നെക്സ്റ്റ് ഇപ്പം ഒരു കാര്യം പറയാം. ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് അസെക്ഷുവൽ റീപ്രൊഡക്ഷനും സെക്ഷുവൽ റീപ്രൊഡക്ഷനും. എന്താണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം? അല്ലെങ്കിൽ ഈ അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ വഴി ഉണ്ടാകുന്ന പ്രോഡക്റ്റ്, അതായത് ഓഫ് സ്പ്രിങ്സിനും സെക്ഷുവൽ റീപ്രൊഡക്ഷൻ വഴി ഉണ്ടാകുന്ന ഓഫ് സ്പ്രിങ്സും, അത് രണ്ടും തമ്മിൽ എന്തായിരിക്കും വ്യത്യാസം? അതായത് ഇപ്പൊ അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ വഴി ഉണ്ടാകുന്ന ഓഫ് സ്പ്രിങ്സിന് പ്രത്യേകിച്ച് വാരിയേഷനോ ഒന്നും തന്നെ ഉണ്ടായിരിക്കില്ല. അവർ കറക്റ്റ് എക്സാക്ട് കോപ്പി ആയിരിക്കും പാരന്റ്സിന്റെ പോലെ തന്നെ, അല്ലാണ്ട് അവിടെ വേറെ പ്രത്യേകിച്ച് ജനറ്റിക് മേക്കപ്പിൽ ഒരു വ്യത്യാസമോ ഒന്നും ഉണ്ടായിരിക്കില്ല. ഓക്കെ, ഇനി സെക്ഷുവൽ റീപ്രൊഡക്ഷന്റെ കേസിലാവുമ്പോൾ എന്താണ് അവിടെ വരുന്നത്? അവിടെ ഇപ്പം വാരിയേഷൻസ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് സെക്ഷുവൽ റീപ്രൊഡക്ഷന്റെ കേസിൽ. പക്ഷെ അസെക്ഷുവൽ റീപ്രൊഡക്ഷന്റെ കേസിൽ ജനറ്റിക് ഇൻഫോർമേഷൻസ് അങ്ങനെ തന്നെ പ്രിസർവ് ചെയ്യാണ് ചെയ്യുന്നത്, അല്ലാതെ അതിൽ വാരിയേഷൻസ് ഒന്നും തന്നെ വരില്ല. പക്ഷെ സെക്ഷുവൽ റീപ്രൊഡക്ഷനിൽ എന്ത് വരും? വാരിയേഷൻസ് വരും. ഇനി ഇപ്പൊ നമ്മൾ ഇപ്പൊ യൂസ് ചെയ്യുന്ന ഹൈബ്രിഡൈസേഷൻ ടെക്നിക്സ് എന്ന് പറയുന്നത് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആണ്. പക്ഷെ ട്രഡീഷണലി ഇപ്പൊ ഈ ബയോടെക്നോളജി ഒക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ട്രഡീഷണലി ഈ ഹൈബ്രിഡൈസേഷൻ ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്തിരുന്നു, പ്ലാന്റ് ബ്രീഡിങ്ങിലും ആനിമൽ ബ്രീഡിങ്ങിലും. ഇനി ഈ പ്ലാന്റ് ബ്രീഡിങ്ങിലും ആനിമൽ ബ്രീഡിങ്ങിലും ഇതുപോലെ തന്നെ ഹൈബ്രിഡൈസേഷൻ യൂസ് ചെയ്തിരുന്നു. എന്നിരുന്നാലും അവിടെ ഉണ്ടാകുന്ന ഓഫ് സ്പ്രിങ്സിന് അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്നതിന് നമ്മൾ ഉദ്ദേശിക്കുന്ന ഡിസയേർഡ് ജീൻസ് തന്നെ വരണമെന്ന് നിർബന്ധമില്ല. അവിടെ എന്തുണ്ടാകാം? അൺഡിസൈറബിൾ ജീൻസും മൾട്ടിപ്ലൈ ചെയ്ത് വരാം. ഓക്കെ, അപ്പം ട്രഡീഷണൽ ഹൈബ്രിഡൈസേഷൻ ഒരു ലിമിറ്റേഷൻ ആണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന ഡിസയേർഡ് ജീൻസ് മാത്രമല്ല, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഓർഗാൻസ് അല്ലെങ്കിൽ ഓഫ്സ്പ്രിങ്സ് മാത്രമല്ല, ഉദ്ദേശിക്കാത്ത അൺഡിസൈറബിൾ ആയിട്ടുള്ള ജീൻസ് അല്ലെങ്കിൽ ഓഫ്സ്പ്രിങ്സ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷെ ഇപ്പോഴത്തെ മോഡേൺ ആയിട്ടുള്ള ഹൈബ്രിഡൈസേഷൻ ടെക്നിക്ക് ചെയ്യുന്നത് വഴി എന്തുണ്ട്? റീകോമിനന്റ് DNA ആണ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഡിസയർഡ് ജീൻസ് മാത്രമാണ് അവിടെ ഉണ്ടാകുള്ളൂ. അപ്പൊ അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ആണ് ഏറ്റവും ഫസ്റ്റ് റീകോമ്പിനന്റ് DNA. നമ്മൾ ഉദ്ദേശിക്കുന്ന ഡിസയർഡ് ജീൻ എന്ത് ചെയ്യും? ഒരു വെക്ടർ ആയിട്ട് എന്ത് ചെയ്യും? കമ്പൈൻ ചെയ്യും, ഒരു പ്ലാസ്മിഡ് ആയിട്ട് കമ്പൈൻ ചെയ്യുന്നു. അതിനാണ് റീകോമ്പിനന്റ് DNA എന്ന് പറയുന്നത്. ഇനി ഇത് എന്ത് ചെയ്യും? ജീൻ ക്ലോണിങ് നടക്കും. ക്ലോണിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യും ഈ ഒരു റീകോമ്പിനന്റ് DNA. ഇനി ഇത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എന്ത് ചെയ്യും? ഇതിനെ ജീൻ ട്രാൻസ്ഫറിങ് നടത്തും. അങ്ങനെയാണ് ഈ ഒരു പുതിയ അല്ലെങ്കിൽ നമുക്ക് ഡിസൈറബിൾ ആയിട്ടുള്ള ജീൻസിനെ ഈ ഒരു ജനറ്റിക് എഞ്ചിനീയറിംഗ് ടെക്നിക്ക് വഴി ഉണ്ടാക്കുന്നത്. ഓക്കെ, അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും? ട്രഡീഷണൽ ഹൈബ്രിഡൈസേഷന്റെ ലിമിറ്റേഷൻസ് ഓവർകം ചെയ്യാൻ പറ്റും. അതായത് ഡിസൈറബിൾ ആയിട്ടുള്ള ജീൻസ് മാത്രമാണ് ജനറ്റിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ പുതിയ അഡ്വാൻസ്ഡ് ഹൈബ്രിഡൈസേഷൻ യൂസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നത്? ഫോം ചെയ്യുന്നത്. അൺഡിസൈറബിൾ ആയിട്ടുള്ള ജീൻസ് ഒരിക്കലും അവിടെ എന്ത് ചെയ്യുന്നില്ല? ഫോം ചെയ്യുന്നില്ല. ഓക്കെ, അത്രയാണ് ബേസിക്. ദെൻ അപ്പം നമുക്ക് അസെക്ഷുവൽ റീപ്രൊഡക്ഷന്റെയും സെക്ഷുവൽ റീപ്രൊഡക്ഷന്റെയും വ്യത്യാസം മനസ്സിലായിട്ടുണ്ടാകും. അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്താണ്? ഒരിക്കലും അവിടെ വാരിയേഷൻസ് ഉണ്ടാകുന്നില്ല, ജനറ്റിക് ഇൻഫോർമേഷൻ അങ്ങനെ തന്നെ പ്രിസർവ് ചെയ്യാണ് ഓഫ് സ്പ്രിങ്സിലും. പക്ഷെ സെക്ഷുവൽ റീപ്രൊഡക്ഷന്റെ കേസിൽ പറയുമ്പോൾ അവിടെ വാരിയേഷൻസ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ദെൻ ഇനി എന്തായിരിക്കും ഒരു DNA പീസിന്റെ ഫേറ്റ്? അതായത് ഇപ്പൊ അതൊരു ഏലിയൻ ഓർഗാനിസത്തിലോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു DNA പീസിന്റെ ഫേറ്റ് എന്തായിരിക്കും എന്നാണ് നെക്സ്റ്റ് പറയുന്നത്. അപ്പൊ ഏലിയൻ ഓർഗാനിസം എന്നിവിടെ ഉദ്ദേശിച്ചത് ഇപ്പം ഒരു ഓർഗാനിസത്തിന്റെ DNA എടുത്ത് വേറൊരു ഓർഗാനിസത്തിലോട്ട് വെക്കുമ്പോൾ ആ റിസീവർ എന്ന് പറയുന്നത് ഈ ഒരു ഓർഗാനിസത്തിനെ സംബന്ധിച്ച് ഒരു ഏലിയൻ ആണ്. അതായത് ഈ ഒരു DNA സംബന്ധിച്ച് ഒരു ഏലിയൻ ആണ്, ഇതിനു മുമ്പ് പരിചയമില്ലാത്ത ഒരു ഓർഗാനിസം ആണ്. ഓക്കെ, അതുകൊണ്ടാണ് ഏലിയൻ ഓർഗാനിസം എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത്.
ദെൻ ഈ പീസ് ഓഫ് DNA ഒരിക്കലും മൾട്ടിപ്ലൈ ചെയ്യില്ല, പ്രോജനി സെൽസിൽ ഒരിക്കലും മൾട്ടിപ്ലൈ ചെയ്യില്ല. ബട്ട് when it gets integrated into genome of the recipient, അത് റെസിപ്പിയന്റിന്റെ ജീനോമായിട്ട് അല്ലെങ്കിൽ ഏലിയൻ ഓർഗാനിസത്തിന്റെ ജീനോമായിട്ട് എന്ത് ചെയ്യുന്നു, ഇന്റഗ്രേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും, മൾട്ടിപ്ലൈ ചെയ്യും. അല്ലാതെ വെറുതെ ഒരു പ്രോജനി സെല്ലിൽ എന്ത് ചെയ്യില്ല, അത് മൾട്ടിപ്ലൈ ചെയ്യില്ല. ജീനോമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്താൽ മാത്രമാണ് എന്ത് ചെയ്യുള്ളൂ, മൾട്ടിപ്ലൈ ചെയ്യുള്ളൂ. ഇനി ഈ ഒരു മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള ഈ ഒരു DNA എന്ന് പറയുന്നത് ഓഫ് സ്പ്രിങ്സ്, ആ ഒരു ഓർഗാനിസത്തിന് പുതിയൊരു ഓഫ് സ്പ്രിങ് ഉണ്ടാകുമ്പോൾ അതിലോട്ടും എന്ത് ചെയ്യും, ഇൻഹെറിറ്റ് ചെയ്ത് പാസ് ചെയ്ത് പോകാനുള്ള സാധ്യതയുണ്ട്. Then this is because an alien piece of DNA has become part of chromosome. ഇങ്ങനെയാണ് ഏലിയൻ പീസ് ഓഫ് DNA എന്ന് പറയുന്നത് ഒരു ഓർഗാനിസത്തിന്റെ ക്രോമോസോമിൽ ഒരു പാർട്ടായിട്ട് മാറുന്നത്. ഓക്കെ, then they have the ability to replicate. ഇനി ഒരു ഇപ്പം ക്രോമോസോമിൽ സ്പെസിഫിക് DNA സീക്വൻസസ് ഉണ്ട്. അതിനെ പറയുന്ന പേരാണ് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ. ഈ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സീക്വൻസ് ആണെന്ന് പറഞ്ഞു. ഇതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് റെപ്ലിക്കേഷൻ ഇനീഷ്യേറ്റ് ചെയ്യാൻ പറ്റും, റെപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു സൈറ്റ് ആണ് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ. ഓക്കെ, അപ്പം which is responsible for the initiation of replication. For the multiplication of any alien piece of DNA in an organism, it needs to be a part of a chromosome. അതായത് ഏലിയൻ പീസ് ഓഫ് DNAക്ക് ആ ഓർഗാനിസത്തില് വല്ല ഇൻഫ്ലുവൻസും വരണമെന്നുണ്ടെങ്കിൽ അതിന് ആ ഓർഗാനിസത്തിന്റെ ക്രോമോസോം പാർട്സ് ആയിട്ട് ഒരു ഇന്റഗ്രേഷൻ വേണം, അല്ലെങ്കിൽ അതിനോടായിട്ട് ഒരു അറ്റാച്ച്മെന്റ് വേണം, which has a specific sequence known as origin of replication. അപ്പൊ ആ ഒരു ക്രോമോസോം, ഇപ്പൊ ഏലിയൻ ഓർഗാനിസത്തിന്റെ ക്രോമോസോമിൽ ഈ ഒരു ഏലിയൻ പീസ് ഓഫ് DNA വന്ന് അറ്റാച്ച് ചെയ്യുന്ന ആ ഒരു പ്ലേസിനെയാണ് പറയുന്നത് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ. അവിടെ വന്നാൽ മാത്രമാണ് എന്ത് ചെയ്യുള്ളൂ, റെപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. Then thus an alien DNA is linked with the origin of replication so that this alien piece of DNA can replicate and multiply itself in the host organism. അപ്പൊ ഇതിനെയാണ് എന്ത് പറയുന്നത്, ക്ലോണിങ്. അതായത് ഈ ഏലിയൻ പീസ് ഓഫ് DNA ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷനിൽ എന്ത് ചെയ്തു, ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്തുണ്ടാകും, അവിടെ മൾട്ടിപ്ലിക്കേഷൻ നടക്കും. മൾട്ടിപ്ലിക്കേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് എന്ത്, ക്ലോണിങ്. റെപ്ലിക്കേഷൻ നടക്കും, മൾട്ടിപ്ലിക്കേഷൻ നടക്കും. അപ്പൊ അതിന് ഈ ഒരു മെത്തേഡിന് പറയുന്ന ടെക്നിക്കിന് പറയുന്ന പേരാണ് ജീൻ ക്ലോണിങ് ഓർ ക്ലോണിങ്. ഓക്കെ, അപ്പൊ അവിടെ മേക്കിംഗ് മൾട്ടിപ്പിൾ ഐഡന്റിക്കൽ കോപ്പീസ് ഓഫ് എനി ടെംപ്ലേറ്റ് DNA, ഏത് ടെംപ്ലേറ്റ് DNAയുടെയും കോപ്പീസ്, മൾട്ടിപ്പിൾ ഐഡന്റിക്കൽ കോപ്പീസ് എവിടെ ഉണ്ടാക്കാൻ പറ്റും, ഈ ജീൻ ക്ലോണിങ് വഴി ഉണ്ടാക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ അത്രയാണ് ജീൻ ക്ലോണിങ് എന്താന്ന് മനസ്സിലാക്കി വെക്കുക. അതായത് ഇപ്പം എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഏലിയൻ പീസ് ഓഫ് DNA ഒരു ഓർഗാനിസത്തിലോട്ട് വരുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു, ആ ഓർഗാനിസത്തിന്റെ ജീനോമിലാണ് എന്ത് ചെയ്യുന്നത്, ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ അവിടുത്തെ ക്രോമോസോമിൽ ഒരു സൈറ്റ് ഉണ്ട്, ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ. അവിടെയാണ് എന്ത് ചെയ്യേണ്ടത്, ലിങ്ക് ചെയ്യേണ്ടത്. ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സൈറ്റിന്റെ പ്രത്യേകത, അതിനെ റെപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അവിടെ റെപ്ലിക്കേഷൻ നടക്കും, മൾട്ടിപ്ലിക്കേഷൻ നടക്കും. അപ്പൊ ആ ഒരു പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്, ജീൻ ക്ലോണിങ് ഓർ ക്ലോണിങ്. ഓക്കെ, then construction of an artificial recombinant DNA molecule എങ്ങനെയാണെന്ന് നോക്കാം. Construction of first recombinant DNA emerged from the possibility of linking gene encoding antibiotic resistance with a native plasmid. അതായത് ഏറ്റവും ഫസ്റ്റ് ഇങ്ങനെ ആർട്ടിഫിഷ്യൽ റിക്കോംബിനന്റ് DNA മോളിക്യൂൾ എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാം എന്നുള്ളത്, ഏറ്റവും ഫസ്റ്റ് അതിന്റെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് ജീൻ എൻകോഡിംഗ് ആയിട്ടുള്ള ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ്, ആ ഒരു ജീനിനെ എന്ത് ചെയ്യാണ്, നേറ്റീവ് പ്ലാസ്മിഡ് ആയിട്ട് ലിങ്ക് ചെയ്യുന്നത് വഴിയാണ് ഏറ്റവും ഫസ്റ്റ് റീകോംബിനന്റ് DNA എന്ത് ചെയ്തത്, ഉണ്ടായത്. ഈ പ്ലാസ്മിഡ് എന്ന് പറയുന്നത് റെപ്ലിക്കേറ്റിംഗ് ആയിട്ടുള്ള, ഓട്ടോണോമസ്ലി സെൽഫായിട്ട് റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റിയ സർക്കുലർ എക്സ്ട്രാ ക്രോമോസോമൽ DNA ആണ്. ഇപ്പൊ സാൽമോണല്ല ടൈഫിമ്യൂറിയത്തിന്റെ അതിൽ നിന്ന് എടുത്ത പ്ലാസ്മിഡിലാണ് ഏറ്റവും ഫസ്റ്റ് ടെസ്റ്റ് നടത്തിയത്. സ്റ്റാൻലി കോഹൻ ആൻഡ് ഹെർബർട്ട് ബോയർ ആണ് ഇത് അക്കംപ്ലിഷ് ചെയ്തത് 1972. ഓക്കെ, ഏറ്റവും ഫസ്റ്റ് ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ജീനെ ഐസോലേറ്റ് ചെയ്തെടുത്തത് ഇവരാണ്. 1972 സ്റ്റാൻലി കോഹൻ ഹെർബർട്ട് ബോയറും കൂടിയിട്ട് ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ജീനെ ഐസോലേറ്റ് ചെയ്തെടുത്തു. എന്നിട്ട് അവര് ഒരു പീസ് ഓഫ് DNA കട്ട് ചെയ്തു, എന്തിൽ നിന്നും, ഈ പ്ലാസ്മിഡിൽ നിന്നും.
അത് കഴിഞ്ഞിട്ട് അവിടേക്ക് എന്ത് ചെയ്യാണ്, ഒരു പുതിയ വേറൊരു ഡിസയേർഡ് DNA അവിടെ വന്നിട്ട് എന്ത് ചെയ്യാണ്, ലിങ്ക് ചെയ്യാണ്. അങ്ങനെയാണ് ഏറ്റവും ഫസ്റ്റ് പ്ലാസ്മിഡ് അല്ലെങ്കിൽ ഏറ്റവും ഫസ്റ്റ് റീകോംബിനന്റ് DNA ഉണ്ടായത്. ദെൻ അപ്പൊ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ നമ്മൾ പറഞ്ഞു പ്ലാസ്മിഡിനെ അവർ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ പ്ലാസ്മിഡിനെ കട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു എൻസൈം ആണ് മോളിക്കുലാർ സിസേഴ്സ് എന്ന് വിളിക്കുന്ന റെസ്ട്രിക്ഷൻ എൻസൈംസ്. റെസ്ട്രിക്ഷൻ എൻസൈംസ് ആരാണ് സ്റ്റഡി ചെയ്തതെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഹെർബർട്ട് ബോയർ. അപ്പൊ ഹെർബർട്ട് ബോയർ ഓൾറെഡി സ്റ്റഡി ചെയ്തിട്ടുള്ള റെസ്ട്രിക്ഷൻ എൻസൈം വെച്ചിട്ടാണ് സ്റ്റാൻലി കോഹനും ഹെർബർട്ട് ബോയറും കൂടിയിട്ട് ഏറ്റവും ഫസ്റ്റ് റീകോംബിനന്റ് DNA ഉണ്ടാക്കിയത്. ഓക്കെ, അപ്പം ഇപ്പൊ പ്ലാസ്മിഡ് ഏതിൽ നിന്നാണ് എടുത്തതെന്ന് പറഞ്ഞു. ഏതായിരുന്നു ആ ബാക്ടീരിയം? സാൽമോണല്ല ടൈഫിമ്യൂറിയം. അതിൽ നിന്നും എടുത്ത പ്ലാസ്മിഡിനെ ഇവർ കട്ട് ചെയ്തു ഈ ഒരു എൻസൈം യൂസ് ചെയ്തിട്ട്, അതായത് റെസ്ട്രിക്ഷൻ എൻസൈംസ് യൂസ് ചെയ്തിട്ട്. Then the piece of DNA was linked with plasmid DNA. ഇനി ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഡിസയർ DNA ഈ പ്ലാസ്മിഡ് DNA ആയിട്ട് ദെൻ എന്ത് ചെയ്തു, അവര് ലിങ്ക് ചെയ്തു. ഇനി ആ ലിങ്ക് ചെയ്യാൻ യൂസ് ചെയ്തിട്ടുള്ള എൻസൈം ഇവിടെ പറഞ്ഞിട്ടില്ല. ഓക്കെ, ദെൻ ലിങ്ക് ചെയ്തു എന്ന് മാത്രമാണ് പറയുന്നുള്ളൂ. ദിസ് പ്ലാസ്മിഡ് DNA ആക്ട് ആസ് വെക്ടർ. ഈ പ്ലാസ്മിഡ് DNA ഒരു ഫങ്ഷൻ ചെയ്യുന്നുണ്ട്, അതായത് ഇത് വെക്ടർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. വെക്ടർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്ലേസിൽ നിന്ന് വേറൊരു പ്ലേസിലോട്ട് കൊണ്ടുകൊടുക്കുന്ന, ട്രാൻസ്ഫോം ചെയ്യുന്ന ആൾക്കാരിനെയാണ് വെക്ടേഴ്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പം ഇൻസെക്ട് വെക്ടർ ആണ് എന്ത്, മോസ്കിറ്റോ. അതെന്താണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? മലേറിയ ആണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. മലേറിയൽ പാരാസൈറ്റിനെ ഹ്യൂമൻ ബോഡിയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന ആൾക്കാരാണ് ഇൻസെക്ട് വെക്ടർ. അതായത് ഇവിടെ എടുത്തിട്ട് അവിടെ കൊണ്ടുകൊടുത്തു, അതിനെയാണ് വെക്ടർ എന്ന് പറയുന്നത്. അപ്പൊ ഈ പ്ലാസ്മിഡ് DNAയുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് അത് വെക്ടർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് വരിക, പ്ലാസ്മിഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫംഗ്ഷൻ അല്ലെങ്കിൽ വിച്ച് ആക്ട് ആസ് എന്ന് ചോദിച്ചിട്ട് കുറച്ച് മൾട്ടിപ്പിൾ ചോയ്സ് തരും. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, സെലക്ട് ചെയ്യണം എന്ത്, വെക്ടേഴ്സ്, ആക്ട് ആസ് വെക്ടേഴ്സ് എന്നുള്ളത്. ഓക്കെ, ദെൻ ഈ ഒരു പീസ് ഓഫ് DNA അതിനെ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുള്ളത് ഈ ഒരു വെക്ടർ ആണ് വേറൊരു സെല്ലിലോട്ട് അല്ലെങ്കിൽ ഓർഗാനിസത്തിലോട്ട് എന്ത് ചെയ്യുന്നത്, കൊണ്ടുപോയി കൊടുക്കുന്നത്. അത് നമുക്ക് നോക്കാം. എ പ്ലാസ്മിഡ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ വെക്ടർ ടു ഡെലിവർ ആൻ ഏലിയൻ പീസ് ഓഫ് DNA ഇൻടു ഹോസ്റ്റ് ഓർഗാനിസം. അപ്പൊ കൊണ്ടു കൊടുക്കുന്ന ഓർഗാനിസത്തിനെ ഹോസ്റ്റ് ഓർഗാനിസം എന്നാണ് പറയുന്നത്. അപ്പം ഈ ഒരു നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു റീകോംബിനന്റ് DNA വേറൊരു ഓർഗാനിസത്തിലോട്ട് കൊണ്ടു കൊടുക്കുന്ന ആളാണ് എന്ത്, ഈ ഒരു പ്ലാസ്മിഡ് അല്ലെങ്കിൽ ഒരു വെക്ടർ. ഓക്കെ, ദെൻ ദ ലിങ്കിങ് ഓഫ് ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ജീൻ with the plasmid vector became possible with the enzyme DNA ligase. അപ്പം അവിടെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു DNA ലിഗേസിനെ പറ്റിയിട്ട് പറയുന്നു. അതായത് ഇപ്പൊ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ റെസ്ട്രിക്ഷൻ എൻസൈംസ് യൂസ് ചെയ്തെന്നു എന്ന് പറഞ്ഞു, പക്ഷെ അതിനെ ലിങ്ക് ചെയ്യാൻ വേണ്ടി ഏത് എൻസൈം ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതാണ് എന്ത്, DNA ligase. ഓക്കെ, then which act as cut DNA molecules and join their ends. അപ്പൊ കട്ട് ചെയ്ത DNA മോളിക്യൂൾസിനെ അവരുടെ എൻഡ്സ് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു DNA ലിഗേസ് യൂസ് ചെയ്യുന്നത്. DNA ലിഗേസ് ഒരു എൻസൈം ആണ് എന്തിനു വേണ്ടിയിട്ട്, ഗ്ലൂ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവരെ മോളിക്കുലാർ ഗ്ലൂസ് എന്നും വിളിക്കാറുണ്ട്. ഓക്കെ, ദെൻ ദിസ് മേക്ക് എ ന്യൂ കോമ്പിനേഷൻ ഓഫ് സർക്കുലർ ഓട്ടോണോമസ്ലി റെപ്ലിക്കേറ്റിംഗ് DNA ക്രിയേറ്റഡ് ഇൻ വിട്രോ ആൻഡ് ഈസ് നോൺ ആസ് റീകോംബിനന്റ് DNA. അപ്പൊ ഇവർക്ക് ഈ ഒരു DNA ലിഗേസും കൂടി യൂസ് ചെയ്യുന്നത് വഴിയാണ് എന്തുണ്ടാകുന്നത്, ഈ ഒരു റീകോംബിനന്റ് DNA ഉണ്ടാകുന്നത്. ഈ DNA എസ്ട്രേഷ്യ കോളി അല്ലെങ്കിൽ ഈ കൊളായിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത് വഴി എ ബാക്ടീരിയം ക്ലോസ് റിലേറ്റഡ് ടു സാൽമോണല്ല, സാൽമോണല്ല ആയിട്ട് ക്ലോസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ബാക്ടീരിയം തന്നെയാണ് എസ്ട്രീഷ്യ കോളി. കാരണം സാൽമോണല്ല ടൈഫിനൂറിയത്തിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ പ്ലാസ്മിഡ് എടുക്കുന്നത്. സോ അതിനോട് ക്ലോസ് റിലേറ്റഡ് ആയിട്ടുള്ള ബാക്ടീരിയം തന്നെയാണ് എസ്ട്രീഷ്യ കോളി ഓർ ഈക്കോളൈ. അതിലോട്ട് ആണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു പ്ലാസ്മിഡ് അല്ലെങ്കിൽ റീകോംബിനന്റ് DNA ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇനി ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവരുടെ ന്യൂ ഹോസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ഈക്കോളൈയിൽ റെപ്ലിക്കേറ്റ് ചെയ്യും. റെപ്ലിക്കേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന എൻസൈം എന്ന് പറയുന്നത് DNA പോളിമറൈസ് എൻസൈം ആണ്. അങ്ങനെ അത് അവിടെ റെപ്ലിക്കേറ്റ് ചെയ്യും, മൾട്ടിപ്പിൾ കോപ്പീസ് ഫോം ചെയ്യും. മൾട്ടിപ്പിൾ കോപ്പീസ് ഉണ്ടാകുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ജീൻ ക്ലോണിങ് എന്ന് പറയുന്നത്. അപ്പൊ ജീൻ ക്ലോണിങ് നടന്നു, അവിടെ എന്തുണ്ടായി, റീകോംബിനന്റ് DNA തന്നെ മൾട്ടിപ്പിൾ കോപ്പീസ് ഫോം ചെയ്തു. ഓക്കെ,
ഓഫ് ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ജീൻ ആണ് അവിടെ ഫോം ചെയ്യുന്നത്. ദെൻ ഇപ്പൊ നമുക്ക് 3 ബേസിക് സ്റ്റെപ്സ് മനസ്സിലായിട്ടുണ്ടാകാം. ജനറ്റിക്കലി മോഡിഫൈങ് ഒരു ഓർഗാനിസത്തിനെ ജനറ്റിക്കലി മോഡിഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ 3 ബേസിക് സ്റ്റെപ്സ് ആണ് വരുന്നത്. അല്ലെങ്കിൽ ജനറ്റിക്കൽ എഞ്ചിനീയറിംഗിൽ 3 ബേസിക് സ്റ്റെപ്സ് ആണ് വരുന്നത്. ഒന്ന്, ഐഡന്റിഫിക്കേഷൻ ഓഫ് DNA വിത്ത് ഡിസൈറബിൾ ജീൻ. ഏറ്റവും ഫസ്റ്റ് ഡിസൈറബിൾ ജീനിനുള്ള DNA ഐഡന്റിഫൈ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഇൻട്രൊഡക്ഷൻ ഓഫ് ദി ഐഡന്റിഫൈഡ് DNA ഇൻ ടു ഹോസ്റ്റ്. ഒരു ഹോസ്റ്റിലോട്ട് ആ ഒരു നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള DNA ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അപ്പൊ അതിനെന്ത് വേണം? പ്ലാസ്മിഡ് വേണം. അതായിട്ട് മോളിക്കുലർ സിസേഴ്സ് വെച്ച് കട്ട് ചെയ്യണം. മോളിക്കുലർ ഗ്ലൂസ് വെച്ചിട്ട് ഗ്ലൂ അല്ലെങ്കിൽ പേസ്റ്റ് ചെയ്യണം, ലിങ്ക് ചെയ്യണം. അത് കഴിഞ്ഞിട്ടാണ് DNA റിക്കോംബിനന്റ് DNA ഫോം ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടാണ് അത് ഹോസ്റ്റിലോട്ട് ഇൻസേർട്ട് ചെയ്യുന്നത്. Then maintenance of introduced DNA in the host and transfer of the DNA to its progeny. ഓക്കെ, ഇനി ആ റിക്കോംബിനന്റ് DNA നമ്മൾ ജസ്റ്റ് ട്രാൻസ്ഫർ ചെയ്താൽ മാത്രം പോരാ, അവിടെ അത് ജീൻ ക്ലോണിങ് നടക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ നോക്കുക, അതായത് മെയിൻറ്റെയിൻ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഈ ഒരു DNA പ്രോജനിയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണ്ടോ എന്നുള്ളതെല്ലാം വാച്ച് ചെയ്യണം. അപ്പം അതാണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പം മെയിൻ്റെനൻസ് ഓഫ് ഇൻട്രൊഡ്യൂസ് DNA ഇൻ ദ ഹോസ്റ്റ് ആൻഡ് ട്രാൻസ്ഫർ ഓഫ് ദ DNA ടു ഇറ്റ്സ് പ്രോജനി. ഇത്രയാണ് ജനറ്റിക് എഞ്ചിനീയറിംഗിൽ വരുന്ന 3 ബേസിക് സ്റ്റെപ്സ് എന്ന് പറയുന്നത്. ദെൻ ഈ ജനറ്റിക് റിക്കോംബിനന്റ് DNA ടെക്നോളജി ജനറ്റിക്കൽ എഞ്ചിനീയറിംഗിൽ വരുന്ന ടൂൾസ് എന്തൊക്കെയാണെന്നാണ് നെക്സ്റ്റ്. ടൂൾസ്, ഓക്കെ, അപ്പൊ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്ന ടൂൾസ്, അതായത് ടൂൾസ് എന്ന് പറയുമ്പോൾ മെറ്റൽ കൊണ്ട് ഉണ്ടാക്കിയ ടൂളൊന്നും അല്ല, എൻസൈംസ് ആണ് ഇവിടെ ടൂൾസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അത് ബേസിക്കലി മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യമാണ്. എൻസൈംസ് ആണ് ഇവിടെ ടൂൾസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഫസ്റ്റ് ടൂൾ എന്താണെന്ന് നോക്കാം. റെസ്ട്രിക്ഷൻ എൻസൈംസ്. അതായത് 1963 2 എൻസൈംസ് എന്ത് ചെയ്തു? ഐസോലേറ്റ് ചെയ്ത് കൊടുത്തു. ഈ കോളൈ ഓർ എസ്ചെറിഷ്യ കോളൈ. അപ്പൊ ഈ 2 എൻസൈംസിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് ബാക്ടീരിയ ഫേജിന്റെ ഗ്രോത്തിനെ റെസ്ട്രിക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ തടയുന്ന എൻസൈംസ് ആണ് ഈ 2 എൻസൈം. ബാക്ടീരിയ ഫേജിന്റെ ഗ്രോത്തിനെ, അതായത് ഈ കോളയിലെ അല്ലെങ്കിൽ എസ്ചെറിഷ്യ കോളയിലെ ബാക്ടീരിയ ഫേജിന്റെ ഗ്രോത്തിനെ റെസ്ട്രിക്ട് ചെയ്യുന്നവരാണ് ആര്? ഈ ഒരു 2 എൻസൈംസ് എന്ന് പറയുന്നത്. ഇനി ഇതില് ഒരു എൻസൈം DNA മീഥൈൽ ഗ്രൂപ്പ് ആയിട്ട് ആഡ് ചെയ്യും. ഇനി ഇതിലെ രണ്ടാമത്തെ എൻസൈം DNA കട്ട് ചെയ്യും. ഈ 2 ഫങ്ഷൻസ് ആണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇതിനെ DNA കട്ട് ചെയ്യുന്ന ലേറ്റർ എൻസൈമിനെ പറയുന്ന പേരാണ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ്. ഓക്കെ, അപ്പൊ അതിനെ പറയുന്ന പേരാണ് എന്ത്? റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ്. ഈ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസിനെ പറ്റിയിട്ടാണ് ആര് പഠിച്ചത്? ഹെർബർട്ട് ബോയർ പഠിച്ചത്. ഇനി ഫസ്റ്റ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ് എന്ന് പറയുന്നത് ഹൈൻ 2 ആണ്. ഈ ഹൈൻ 2ന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം DNA ന്യൂക്ലിയോടൈഡ് സീക്വൻസിന് സ്പെസിഫിക് ആയിട്ടുള്ള ഏരിയയിൽ കട്ട് ചെയ്യാന്നുള്ളതാണ് ഹൈൻ 2ന്റെ പ്രത്യേകത. ഓക്കെ, then it was found that HIND 2 always cut DNA molecule at a particular point by recognizing a specific sequence of 6 base pair. അതായത് ഈ HIND 2 കട്ട് ചെയ്യുമെന്ന് പറഞ്ഞു സ്പെസിഫിക് ഏരിയയിൽ. അതെങ്ങനെ കട്ട് ചെയ്യുക? സ്പെസിഫിക് സീക്വൻസിനെ ഓൾറെഡി ഐഡന്റിഫൈ ചെയ്ത് അല്ലെങ്കിൽ റെക്കഗ്നൈസ് ചെയ്തിട്ടാണ് അവിടെ കട്ട് ചെയ്യുന്നത്. ഓക്കെ, ഒരു 6 ബേസ് പെയർസ് വേണം, അതിന് ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ അതിനെ റെക്കഗ്നൈസ് ചെയ്തിട്ടാണ് ഈ കട്ടിങ് നടക്കുന്നത്. അപ്പൊ ആ സ്പെസിഫിക് ബേസ് സീക്വൻസിനെ പറയുന്ന പേരാണ് റെക്കഗ്നിഷൻ സീക്വൻസ്. റെക്കഗ്നിഷൻ സീക്വൻസിന് ഒരു എക്സാമ്പിൾ ആണ് ATCGAT. അപ്പൊ അങ്ങനെ പോകുന്ന സീക്വൻസ് ഉണ്ടല്ലോ. അപ്പം ഏതെങ്കിലും ഒരു ഇതിന് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റിയ സ്പെസിഫിക് സീക്വൻസ് ഉണ്ടായിരിക്കും. ആ സീക്വൻസ് ഇവർ റെക്കഗ്നൈസ് ചെയ്യും, അവിടെ കട്ട് ചെയ്യും. ഓക്കെ, ദെൻ ആ ഒരു സീക്വൻസിനെ പറയുന്ന പേരാണ് റെക്കഗ്നിഷൻ സീക്വൻസ് എന്ന്. ദെൻ ഹൈൻഡ് 2ന്റെ റെക്കഗ്നിഷൻ സീക്വൻസും ഹൈൻഡ് 3 ഒക്കെ ഇതിന്റെയും വ്യത്യാസം ഉണ്ടായിരിക്കും. ഓരോ റെസ്ട്രിക്ഷൻ എൻസൈംസിന്റെയും റെക്കഗ്നിഷൻ സീക്വൻസ് എന്ന് പറയുന്നത് വ്യത്യാസം ഉണ്ടായിരിക്കും. ദെൻ ഹൈൻഡ് 2 ആയിരുന്നു അന്ന് കണ്ടുപിടിച്ചിരുന്ന റെസ്ട്രിക്ഷൻ എൻസൈം എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പോ ഒരു 900 റെസ്ട്രിക്ഷൻ എൻസൈംസ് എങ്കിലും ഇപ്പൊ അവൈലബിൾ ആണ്, ഓൾറെഡി ഇൻവെന്റഡ് ആണ്. ഇത് ഈ ഒരു 900 റെസ്ട്രിക്ഷൻ എൻസൈംസും ഐസോലേറ്റ് ചെയ്തെടുത്തത് 230 സ്ട്രെയിൻസ് ഓഫ് ബാക്ടീരിയാസ് നിന്നാണ്. ഓക്കെ, അവരുടെയൊക്കെയും റെക്കഗ്നിഷൻ സീക്വൻസ് അല്ലെങ്കിൽ റെക്കഗ്നിഷൻ സീക്വൻസ് എന്തുണ്ട്? ഡിഫറെന്റ് ആണ്. അവർ റെക്കഗ്നൈസ് ചെയ്യുന്ന റെക്കഗ്നിഷൻ സീക്വൻസ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്.
Then the convention for naming. Okay, ഈ എൻസൈംസ് റെസ്ട്രിക്ഷൻ എൻസൈംസ് HUN2 എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ ഇതിന്റെ നെയിമിങ്ങിൽ ഒരു പ്രത്യേകതയുണ്ട്. അതായത് ഫസ്റ്റ് ലെറ്റർ എന്ന് പറയുന്നത് ജീനസ് ആണ്. ഓക്കെ, സെക്കൻഡ് ലെറ്റർ എന്ന് പറയുന്നത് സ്പീഷീസ് നെയിമായിട്ടും ബന്ധപ്പെട്ടതാണ്. ഫോർ എക്സാമ്പിൾ ഈക്കോ R1ന്റെ കേസ് പറയുമ്പോൾ ഇ എന്ന് പറയുന്നത് അതിന്റെ ജീനസ് ആണ്, എഷറീഷ്യ. കോ എന്ന് പറയുന്നത് അതിന്റെ സ്പീഷീസ് ആണ്, കോളൈ. ദെൻ ആർ എന്ന് പറയുന്നത് അതിന്റെ സ്ട്രെയിൻ ആണ്. ഓക്കെ, സ്ട്രെയിൻ. ബാക്ടീരിയാസിന്റെ കേസിൽ സ്ട്രെയിൻ എന്നുള്ളതുണ്ട്. അപ്പൊ സ്ട്രെയിനിനെ ബേസ് ചെയ്തിട്ടാണ് ആർ. ഇനി ഈ ന്യൂമറിക്കൽ നമ്പർ വരുന്നുണ്ട്. ആ ന്യൂമറിക്കൽ നമ്പർ എന്ന് പറയുന്നത് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഓർഡർ ഇൻ വിച്ച് ദ എൻസൈം വർ ഐസോലേറ്റഡ് ഫ്രം ദ സ്ട്രെയിൻ ബാക്ടീരിയ. ആ ഒരു ബാക്ടീരിയൽ സ്ട്രെയിനിൽ നിന്ന് ഏത് ഓർഡറിനാണ് അത് ആ ഒരു എൻസൈം ഐസോലേറ്റ് ചെയ്തെടുക്കുന്നത് അതിനെ ബേസ് ചെയ്തിട്ടാണ് ആ റോമൻ നമ്പർ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാണ് അതിന്റെ നെയിമിംഗ് വരുന്നത്. അപ്പൊ നെയിമിംഗ് ഇമ്പോർട്ടന്റ് ആണ്. മേ ബി ചോദിക്കും. ഇപ്പൊ ഈക്കോ R1 എന്ന് ചോദിച്ചിട്ട് ഈ റെപ്രസെന്റ്സ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടാകും. അങ്ങനെ മൾട്ടിപ്പിൾ ചോയ്സ് തരും. അപ്പൊ അത് നമ്മൾ സെലക്ട് ചെയ്യണം. ഈ റെപ്രസെന്റ്സ് ദ ജീനസ് വിച്ച് ഈസ് ആസ്ട്രേഷ്യ. ഓക്കെ, ദെൻ ഈ റെസ്ട്രിക്ഷൻ എൻസൈംസ് ഒരു ലാർജർ ക്ലാസ്. ഇപ്പൊ എൻസൈംസ് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എൻസൈംസ് ഒരുപാട് എൻസൈംസ് ഉണ്ട്. നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ തന്നെ ഒരുപാട് എൻസൈംസ് ഉണ്ട്. പ്രോട്ടീസ്, ന്യൂക്ലിയസ്, അതുപോലെ DNA പോളിമറേസ്, അങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ ഹ്യൂമൻ ബോഡിയിലും ഉണ്ട്. നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ള എൻസൈംസ് കുറെ ഉണ്ട്. അപ്പൊ എൻസൈംസിന് എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒരു ലാർജ് ക്ലാസ് ഓഫ് എൻസൈംസിൽ വരുന്ന ആൾക്കാരാണ് എന്ത്, റെസ്ട്രിക്ഷൻ എൻസൈം എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു അവരുടെ ക്ലാസ് എന്ന് പറയുന്നത്, ലാർജ് ക്ലാസ് എന്ന് പറയുന്നത് ന്യൂക്ലിയസസ് ക്ലാസ്സിൽ വരുന്ന എൻസൈം ആണ് എന്ത്, റെസ്ട്രിക്ഷൻ എൻസൈം. ഇനി ഈ ന്യൂക്ലിയസസ് എന്ന് പറയുമ്പോൾ രണ്ട് ടൈപ്പ് ഉണ്ട്. എക്സോന്യൂക്ലിയസസ് ഉണ്ട്, എൻഡോന്യൂക്ലിയസസ് ഉണ്ട്. എക്സോന്യൂക്ലിയസസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ന്യൂക്ലിയോടൈഡ്സിനെ റിമൂവ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ന്യൂക്ലിയോടൈഡ്സിന്റെ എൻഡിൽ നിന്നും അവർ റിമൂവ് ചെയ്യാണ് ചെയ്യുന്നത് എന്ത്, എക്സോന്യൂക്ലിയസസ്. എൻഡോന്യൂക്ലിയസസ് ചെയ്യുന്നത് അവരെ DNA അതിന് ഉള്ളിൽ വെച്ച് തന്നെ, എൻഡിലല്ല ഉള്ളിൽ വെച്ച് തന്നെ സ്പെസിഫിക് പൊസിഷൻസിൽ കട്ട് ചെയ്യുന്നതാണ് എൻഡോന്യൂക്ലിയസസ്. എക്സോന്യൂക്ലിയസസ് എൻഡിലാണ് ചെയ്യുന്നത്, എൻഡിൽ നിന്ന് റിമൂവ് ചെയ്യും. ബട്ട് എൻഡോന്യൂക്ലിയസസ് ചെയ്യുന്നത് DNA ഉള്ളിൽ വെച്ചിട്ട്, അതായത് മിഡിൽ പോർഷനിലൊക്കെ വെച്ചിട്ട് സ്പെസിഫിക് പൊസിഷനിൽ കട്ട് ചെയ്യുന്നവരാണ് എൻഡോന്യൂക്ലിയസസ്. ഓക്കെ, വിച്ച് ഈച്ച് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് functions by inspecting the length of a DNA sequence. ഓക്കെ, അപ്പം ഇപ്പോൾ എക്സോന്യൂക്ലിയസിന്റെ കേസിൽ ഇവര് എൻഡിലാണ് കട്ട് ചെയ്യുന്നത്. അപ്പൊ ഇവർക്ക് അതിനെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, DNA ഇൻസ്പെക്ട് ചെയ്യേണ്ട അല്ലെങ്കിൽ റീഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസിന്റെ കേസ് പറയുമ്പോൾ അവിടെ അവർ ആ DNA സീക്വൻസിന്റെ ലെങ്തിനെ ഇൻസ്പെക്ട് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ റീഡ് ചെയ്യുന്നുണ്ട്. അതായത് മിഡിൽ പോർഷൻ ആണോ എന്നുള്ളത് നോക്കുന്നുണ്ട്. അങ്ങനെ അവര് പറഞ്ഞിട്ടുള്ള സ്പെസിഫിക് റെക്കഗ്നിഷൻ സീക്വൻസ് വരുമ്പോൾ മാത്രമാണ് എന്ത് ചെയ്യുള്ളൂ, ഇവരെ കട്ട് ചെയ്യുള്ളൂ. കട്ട് വരുന്നത് എവിടെയാണ്, DNA മിഡിൽ പോർഷൻ ആയിട്ടാണ് കട്ട് വരുന്നത്. ഓക്കെ, then cut each of the two strands of double helix at specific points in their sugar phosphate backbones. ഓക്കെ, ഇനി കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ് DNA എന്നുള്ളത് ഡബിൾ ഹെലിക്സ് ആണ്. ഓക്കെ, അപ്പൊ ഡബിൾ സ്ട്രാൻഡഡ് ആണ്. അപ്പൊ ഈ രണ്ട് സ്ട്രാൻഡിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഇവര് കട്ട് ചെയ്യുന്നുണ്ട്. ഒരു സ്ട്രാൻഡിനെ മാത്രമല്ല രണ്ട് സ്ട്രാൻഡിനും കട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, then each restriction endonuclease recognizes a specific palindromic nucleotide sequence. അതായത് DNA-ലുള്ള സ്പെസിഫിക് പാലിൻഡ്രോമിക് ന്യൂക്ലിയോടൈഡ് സീക്വൻസിനെയാണ് ഇവര് എന്ത് ചെയ്യുന്നത്, റെക്കഗ്നൈസ് ചെയ്യുന്നത്. അപ്പൊ എന്താണ് പാലിൻഡ്രോം സീക്വൻസ് എന്ന് നോക്കാം. ഇപ്പൊ മലയാളം എന്ന് പറഞ്ഞിട്ടുള്ള വേർഡ്, അത് ഇവിടെ നിന്ന് അങ്ങോട്ട് എഴുതിയ മലയാളം എന്ന് തന്നെയാണ് റീഡ് ചെയ്യുക. അവിടെ നിന്ന് ഇങ്ങോട്ട് വായിച്ചാലും എന്താണ്, അത് മലയാളം എന്ന് തന്നെയാണ്. അതായത് അങ്ങോട്ട് എഴുതിയാലും ഇങ്ങോട്ട് എഴുതിയാലും സെയിം ആണ് മീനിങ്. ഓക്കെ, സെയിം ആണ് ആ വേർഡ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള വേർഡ്സിനെയാണ് പാലിൻഡ്രോം വേർഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ പാലിൻഡ്രോം സീക്വൻസ് എന്തായിരിക്കും, പാലിൻഡ്രോം സീക്വൻസ് ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഒരു പാലിൻഡ്രോം സീക്വൻസ് ആണ്. അതായത് GAATTC. അത് തിരിച്ച് ഇങ്ങോട്ട് റീഡ് ചെയ്യുമ്പോൾ എന്താണ് താഴുള്ളത്, GAATTC. ഇതിന് ഇങ്ങനെയുള്ളതിനെ പറയുന്ന പേരാണ് എന്ത്, പാലിൻഡ്രോം സീക്വൻസ്. അങ്ങനെ പാലിൻഡ്രോം സീക്വൻസിനെയാണ് ആര് കട്ട് ചെയ്യുന്നത്,
റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസസ്. ഓക്കെ, റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസസിന്റെ റെക്കഗ്നീഷൻ സീക്വൻസിന്റെ പ്രത്യേകതയാണ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് പാലിൻഡ്രോം സീക്വൻസസിനെയാണ് കട്ട് ചെയ്യുന്നത്, പാലിൻഡ്രോം ന്യൂക്ലിയോടൈഡ് സീക്വൻസസിന്. അപ്പൊ അതിന് ഇതിൽ നിന്നും വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് the sequences, the peculiarity of sequences which are cut by restriction endonuclease. അപ്പൊ എന്താണ് അതിന് ആൻസർ വരിക? പാലിൻഡ്രോം ന്യൂക്ലിയോടൈഡ് സീക്വൻസ്. ദെൻ നമുക്ക് എങ്ങനെയാണ് റെസ്ട്രിക്ഷൻ എൻസൈംസിന്റെ ആക്ഷൻ വരുന്നത് നോക്കാം. ഫസ്റ്റ്, the enzyme cut both DNA strands at same time, അല്ലെങ്കിൽ സെയിം സൈറ്റ്. അപ്പൊ നമുക്കറിയാം DNA എന്ന് പറയുന്നത് ഡബിൾ സ്റ്റാൻഡേർഡ് ആണ്. അപ്പൊ സെയിം സൈറ്റിൽ തന്നെയാണ് രണ്ട് സ്റ്റാൻഡിലും എന്ത് ചെയ്യുന്നത്? കട്ട് വരുന്നത്. ഇനി echo R1 cut the DNA between bases G and A only. അതായത് echo R1 എന്ന് പറഞ്ഞിട്ടുള്ള റെസ്ട്രിക്ഷൻ എൻസൈം കട്ട് ചെയ്യുന്നത് G and A, ആ ഒരു സീക്വൻസ്. ഇപ്പൊ ഒരു സീക്വൻസ് തന്നിട്ടുണ്ടെങ്കിൽ ജിയുടെയും എയുടെയും ഇടയിലാണ് ആര് കട്ട് ചെയ്യുള്ളൂ? echo R1 കട്ട് ചെയ്യുള്ളൂ. അതാണ് അതിന്റെ റെക്കഗ്നീഷൻ സീക്വൻസ് എന്ന് പറയുന്നത്. ദെൻ കട്ട് ചെയ്തത് വഴി എന്തുണ്ടായി? രണ്ട് സ്റ്റിക്കി എൻഡ്സ് ഉണ്ടായി. സ്റ്റിക്കി എൻഡ്സിന്റെ പ്രത്യേകത അവരെന്ത് ചെയ്യും? രണ്ടെണ്ണം കൂടിയിട്ട് സ്റ്റിക്ക് ചെയ്യും. അപ്പം അവിടെ യൂസ് ചെയ്യുന്ന ഒന്നാണ് എന്ത്? DNA ലിഗേസ്. അങ്ങനെ ഈ DNA ഫ്രാഗ്മെന്റ്സിന്റെ സ്റ്റിക്കി എൻഡ്സ് വന്ന് ജോയിൻ ചെയ്തു. അങ്ങനെയാണ് അവിടെ റിക്കോംബിനന്റ് DNA ഉണ്ടാകുന്നത്. ഓക്കെ, ദെൻ ഇപ്പൊ സ്റ്റിക്ക് ചെയ്യുമ്പോൾ ഒരു പ്രത്യേകത, ഇപ്പൊ നമ്മൾ ഇത് വരയ്ക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഇപ്പം ഓൾറെഡി ഫിഗർ തന്നിട്ടുള്ള സമയത്തോ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, A already pairs with T and T always pairs with A. C which pairs with G and G only pairs with C. Okay, അങ്ങനെ റൂൾ ഉണ്ട്. ആ റൂളിനും ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഇങ്ങനെയാണ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് വർക്ക് ചെയ്യുന്നതും റീകോംബിനന്റ് DNA ഫോം ചെയ്യുന്നതും. ഓക്കെ, ദെൻ ഇപ്പൊ പാലിൻഡ്രോം സീക്വൻസിന്റെ കാര്യം പറഞ്ഞു. റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് പാലിൻഡ്രോം സീക്വൻസിലാണ് കട്ട് ചെയ്യുള്ളൂ. ദെൻ അതിൽ നിന്നും അത്രയും മതിയാവും. ഇനി ഫോറിൻ DNA ഉണ്ട്, അതുപോലെ തന്നെ വെക്ടർ DNA പ്ലാസ്മിഡ് ഉണ്ട്. എങ്ങനെയാണ് DNA ലിഗേസ് വെച്ചിട്ട് ജോയിൻ ചെയ്യുന്നത് നോക്കാം. അപ്പം ഫോറിൻ DNA കൊടുത്തിട്ടുണ്ട്, വെക്ടർ DNA പ്ലാസ്മിഡും കൊടുത്തിട്ടുണ്ട്. സെയിം റെസ്ട്രിക്ഷൻ എൻസൈം cutting both the foreign DNA and the vector DNA at specific points. അപ്പൊ വെക്ടർ DNA ആയാലും ഫോറിൻ DNA ആയാലും സ്പെസിഫിക് പോയിന്റ്സിലെ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസസ് അല്ലെങ്കിൽ റെസ്ട്രിക്ഷൻ എൻസൈംസ് കട്ട് ചെയ്യുള്ളൂ. അങ്ങനെ അവിടെ രണ്ട് സ്ഥലത്തും കട്ട് ചെയ്തു. അത് ഓൾറെഡി ആ പിക്ചറിൽ കാണാം. അപ്പം കട്ട് ചെയ്ത് കഴിഞ്ഞു, കണ്ട കട്ട് ചെയ്തിട്ടുള്ള ഇവിടെയാണ് കട്ട് വന്നിട്ടുള്ളത്. ഇനി ഈ കട്ട് ചെയ്തിട്ടുള്ള സംഭവം എന്ത് ചെയ്യാണ്? ലിഗേസസ് വെച്ചിട്ട് ജോയിൻ ചെയ്യാണ്. ഓക്കെ, ലിഗേസസ് വെച്ചിട്ട് ജോയിൻ ചെയ്യാണ്. അങ്ങനെ ജോയിൻ ചെയ്തപ്പോൾ വീണ്ടും ഒരു സർക്കുലർ ആയിട്ടുള്ള എന്ത് വന്നു? റിക്കോംബിനന്റ് DNA വന്നു. ഓക്കെ, ഇതിന് പറയുന്ന ഈ ഒരു ഫോം ചെയ്തിട്ടുള്ളതിനെ പറയുന്ന പേരാണ് എന്ത്? റിക്കോംബിനന്റ് DNA. റിക്കോംബിനന്റ് DNA നമ്മൾ ചുരുക്കി എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, R സ്മോൾ ആയിരിക്കണം റിക്കോംബിനന്റ് DNA. ഓക്കെ, ദെൻ അങ്ങനെ റിക്കോംബിനന്റ് DNA ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു? ഹോസ്റ്റ് ഓർഗാനിസത്തിലോട്ട് ട്രാൻസ്ഫോം ചെയ്യുന്നു. അപ്പം ട്രാൻസ്ഫോം ചെയ്യുന്നത് നമ്മൾ ഈക്കോളൈയിലോട്ടാണ് ട്രാൻസ്ഫോം ചെയ്യുന്നത്. ഈക്കോളൈയിലോട്ട് ട്രാൻസ്ഫോം ചെയ്തു. ആ സെല്ല് ഡിവൈഡ് ചെയ്യും. സെൽ ഡിവിഷൻ ഒക്കെ നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചിട്ടുള്ളതാണ്. ഇപ്പൊ സെൽ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഈ ജനറ്റിക് മെറ്റീരിയലെ റിക്കോംബിനന്റ് DNA വെച്ചിട്ടുള്ള ജനറ്റിക് മെറ്റീരിയൽ എന്ത് ചെയ്യുന്നു? പ്രോജനീസിലോട്ട് എന്ത് ചെയ്യുന്നു? ഇൻഹെറിറ്റ് ചെയ്യും. ഓക്കെ, അത്രയാണ് ഈ ഒരു DNA ടെക്നോളജി ഓർ റിക്കോംബിനന്റ് DNA ടെക്നോളജി ലിഗേസസ് വെച്ചിട്ട് എങ്ങനെയാണ് നടക്കുന്നത് എന്നാണ് ഇപ്പൊ നമ്മൾ മനസ്സിലാക്കിയത്. ദെൻ you may have realized that normally unless one cuts the vector and the source DNA with the same restriction enzyme, അതായത് നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോറിൻ DNA ആയാലും വെക്ടർ DNA ആയാലും സെയിം. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സെയിം റെസ്ട്രിക്ഷൻ എൻസൈം വെച്ചിട്ടാണ് രണ്ടും കട്ട് ചെയ്യുന്നത്. ഇനി സെയിം റെസ്ട്രിക്ഷൻ എൻസൈം വെച്ചിട്ട് രണ്ടും കട്ട് ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ എന്ത് ഫോം ചെയ്യില്ല?
റീകോമ്പിനന്റ് DNA ഫോം ചെയ്യില്ല. ഓക്കെ, റീകോമ്പിനന്റ് വെക്ടർ മോളിക്യൂൾ ഫോം ചെയ്യില്ല. അപ്പൊ അതും മനസ്സിലാക്കി വെക്കുക. ചോദിക്കും ഇപ്പം സെയിം റെസ്ട്രിക്ഷൻ ന്യൂക്ലിയസസ് അല്ലെങ്കിൽ റെസ്ട്രിക്ഷൻ എൻസൈം യൂസ് ചെയ്യേണ്ട ആവശ്യം എന്താണെന്ന് ചോദിക്കും. പറയേണ്ട ഒരു കാര്യം, പ്ലാസ്മിഡ് DNA ആയാലും അതുപോലെ ഫോറിൻ DNA ആയാലും വെക്ടർ DNA ആയാലും രണ്ടും എന്ത് ചെയ്യണം, സെയിം റെസ്ട്രിക്ഷൻ എൻസൈം വെച്ച് കട്ട് ചെയ്യണം. എങ്കിൽ മാത്രമേ അവിടെ എന്ത് ഫോം ചെയ്യുള്ളൂ, റീകോമ്പിനന്റ് വെക്ടർ മോളിക്യൂൾ ഫോം ചെയ്യുള്ളൂ. ഓക്കെ, then separation and isolation of DNA fragments. ഇനി എങ്ങനെയാണ് ഈ DNA ഫ്രാഗ്മെന്റ്സിനെ സെപ്പറേറ്റ് ചെയ്യുന്നതും ഐസോലേറ്റ് ചെയ്യുന്നതും നോക്കാം. The cutting of DNA by restriction endonucleases results in fragments of DNA. ഇപ്പം ഒരു ലീനിയർ DNA ഉണ്ട്, അത് നമ്മൾ ഡിസൈർഡ് ജീൻ കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഡിസൈർഡ് സീക്വൻസ് കിട്ടാൻ വേണ്ടി കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഫ്രാഗ്മെന്റ്സ് കിട്ടും DNAയുടെ. These fragments can be separated. ഇനി ഈ ഫ്രാഗ്മെന്റ് നമ്മൾ ഡിസൈർ ചെയ്യുന്ന ഫ്രാഗ്മെന്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ അതിന് ചെയ്യുന്ന ടെക്നിക്കാണ് എന്ത്, ജെൽ ഇലക്ട്രോഫോറസിസ്. ഓക്കെ, DNA ഫ്രാഗ്മെന്റ്സ് നെഗറ്റീവ്ലി ചാർജ്ഡ് മോളിക്യൂൾസ് ആണ്. നമുക്ക് ഓൾറെഡി അണ്ടർസ്റ്റുഡ് ആണ്, നെഗറ്റീവ്ലി ചാർജ്ഡ് മോളിക്യൂൾസ് ആണ് DNA ഫ്രാഗ്മെന്റ്സ്. അപ്പൊ ഇത് ഇപ്പൊ ആനോഡും കാഥോഡും ഉണ്ടെങ്കിൽ ആനോഡിന് ടുവാർഡ്സ് ആയിട്ടാണ് ഇവർ മൂവ് ചെയ്യുന്നത് ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ. ആ ടെക്നിക്ക് തന്നെയാണ് നമ്മൾ ഇവിടെയും യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ ഒരു മീഡിയം അല്ലെങ്കിൽ ഒരു മാട്രിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. ആ മാട്രിക്സ് എന്ന് പറയുന്നത് അഗാരോസ് ജെല്ലാണ്. ഈ അഗാരോസ് പ്രിപ്പയർ ചെയ്യുന്നത് സീവീഡ്സിൽ നിന്നുമാണ്. അതൊരു നാച്ചുറൽ പോളിമർ ആണ്. സീവീഡ്സ് നിന്നാണ് ഈ അഗാരോസ് പ്രിപ്പയർ ചെയ്യുന്നത്. ദെൻ the DNA fragments separate according to their size. അതായത് ഈ അഗാരോസ് ജെല്ലിന്റെ സൈസ് അതിനനുസരിച്ച് ഇപ്പം സീവിങ് എഫക്റ്റ് ആണ് ഇവിടെ ഉണ്ടാകുന്നത്. സീവിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആ സീവിന്റെ സൈസ് അനുസരിച്ച് അല്ലെങ്കിൽ ആ ഒരു ഫ്രാഗ്മെന്റ്സിന്റെ സൈസ് അനുസരിച്ചാണ് അവിടെ സീവിങ് നടക്കുന്നത്. അങ്ങനെയാണ് സ്മോൾ ഫ്രാഗ്മെന്റ് സൈസ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പം ഇത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ഫിഗർ നോക്കിയാൽ കാണാം. എന്തുണ്ട്, അവിടെ വെൽസ് ഉണ്ട്, അതുപോലെ തന്നെ അഗാരോസ് ജെൽ അവിടെ കൊടുത്തിട്ടുണ്ട്. DNA ഫ്രാഗ്മെന്റ്സ് അല്ലെങ്കിൽ DNA ബാൻഡ്സ് എന്ത് വേണേലും പറയാം. അത് ലാർജസ്റ്റ് ബാൻഡ് ഉള്ളതും സ്മോളസ്റ്റ് ബാൻഡ് ഉള്ളതും കൊടുത്തിട്ടുണ്ട്. അതിന്റെ സെപ്പറേഷൻ അവിടെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അവിടെ യൂസ് ചെയ്യുന്ന മാട്രിക്സ് എന്ന് പറയുന്നത് അഗാരോസ് ജെൽ ആണ്. ദെൻ the separated DNA fragments can be visualized. ഇനി ഈ സെപ്പറേഷൻ നടന്നല്ലോ, കണ്ട ഇവിടെ ലാർജസ്റ്റ് നിന്ന് സ്മോളസ്റ്റിലോട്ട് വന്നു. പക്ഷെ ഇത് നമുക്ക് ഒരിക്കലും നേക്കഡ് ആയി വെച്ചിട്ട് കാണാൻ പറ്റില്ല. അപ്പൊ നമ്മൾ അവിടെ ഈ ഒരു സെപ്പറേറ്റഡ് DNA ഫ്രാഗ്മെന്റ്സ് വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റെയിനിങ് ടെക്നിക്കാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സ്റ്റെയിനിങ് ആണ് യൂസ് ചെയ്യുന്നത്. അവിടെ യൂസ് ചെയ്യുന്ന സ്റ്റെയിൻ അല്ലെങ്കിൽ കോമ്പൗണ്ട് എന്ന് പറയുന്നത് എത്തീഡിയം ബ്രോമൈഡ് ആണ്. എത്തീഡിയം ബ്രോമൈഡ് അവിടെ എന്ത് ചെയ്യുന്നു, യൂസ് ചെയ്യുന്നു. അങ്ങനെ തന്നെ അത് UV റേഡിയേഷനിലോട്ട് എക്സ്പോഷർ നടത്തുന്നു. അതായത് UV റേഡിയേഷനിലോട്ട് വെക്കുന്നു. സ്റ്റെയിനിങ് നടത്തി എത്തീഡിയം ബ്രോമൈഡ് വെച്ചിട്ട് ഇനി അതിനെ UV റേസിലോട്ട് കൊണ്ടുവയ്ക്കാണ്. UV റേസിലോട്ട് കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെ ഓറഞ്ച് ബ്രൈറ്റ് കളേർഡ് ബാൻഡ്സ് ആയിട്ട് കാണാൻ പറ്റും. എന്തിന്, ഈ സ്മോൾ DNA ഫ്രാഗ്മെന്റ്സിന്. ഓക്കെ, ഈ എത്തീഡിയം ബ്രോമൈഡ് ഇങ്ങനെ ഈ ഒരു ഇതിനെ സ്റ്റെയിൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, the separated bands of DNA are cut out from the agarose gel. ഈ agarose ജെല്ലിൽ തന്നെയാണ് ഈ ഒരു DNA ഉള്ളത്. അങ്ങനെ നമ്മൾ അതിനെ കട്ട് ഔട്ട് ചെയ്തെടുക്കാണ്, എക്സ്ട്രാക്ട് ചെയ്തെടുത്തു ജെൽ പീസിൽ നിന്നും. അപ്പൊ ഈ ഒരു സ്റ്റെപ്പിനെയാണ് എലൂഷൻ എന്ന് പറയുന്നത്. അതായത് ഈ ഒരു ജെല്ലിൽ നിന്നും എന്ത് ചെയ്യാണ്, കട്ട് ചെയ്തെടുക്കുന്ന ആ ഒരു പ്രോസസ്സിനെ എലൂഷൻ എന്നാണ് പറയുന്നത്. ഇനി DNA ഫ്രാഗ്മെന്റ്സിനെ പിന്നീട് പ്യൂരിഫൈ ചെയ്യുന്നു. പ്യൂരിഫൈ ചെയ്തിട്ട് അതാണ് റീകോമ്പിനന്റ് DNA കൺസ്ട്രക്ഷന് യൂസ് ചെയ്യുന്നത്. ഓക്കെ, പ്യൂരിഫൈ ചെയ്ത ഈ ഒരു DNAനെയാണ് റീകോമ്പിനന്റ് DNA കൺസ്ട്രക്ഷനിൽ യൂസ് ചെയ്യുന്നത്. ഇതാണ് ക്ലോണിംഗ് വെക്ടേഴ്സുമായിട്ട് എന്ത് ചെയ്യുന്നത്, ജോയിൻ ചെയ്യുന്നത്. ഇപ്പൊ ഒരു വേർഡ് പറഞ്ഞതാണ് ക്ലോണിംഗ് വെക്ടർ. വെക്ടർ ഇറ്റ്സെൽഫ് മീൻസ് ദാറ്റ് ഇറ്റ് ട്രാൻസ്ഫോംസ് വൺ ടു അനദർ. ഓക്കെ, ഇനി അതിൽ ക്ലോണിംഗ് വെക്ടേഴ്സ് എന്ന് പറയുന്നുണ്ട്. ക്ലോണിംഗ് വിച്ച് മീൻസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പം vectors usually written as cloning vectors. Okay, cloning vectors എന്ന് പറഞ്ഞാലും vectors എന്ന് പറഞ്ഞാലും synonymously യൂസ് ചെയ്യുന്ന വേർഡ്സ് ആണ്. Okay, then cloning vectors. Cloning vectors എന്താന്ന് നോക്കാം. നമ്മൾ ഓൾറെഡി പറഞ്ഞു, plasmids, bacteriophages have the ability to replicate within the bacterial cell.
ബാക്ടീരിയോഫേജ് ആയാലും പ്ലാസ്മിഡ് ആയാലും അവർക്ക് ബാക്ടീരിയൽ സെല്ലിൽ റെപ്ലിക്കേറ്റ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. ഇൻഡിപെൻഡന്റ് ആയിട്ട് തന്നെ അവരെന്ത് ചെയ്യും, റെപ്ലിക്കേറ്റ് ചെയ്യും. അതിനെ കൺട്രോൾ ചെയ്യുന്നത് ക്രോമോസോമൽ DNA ആണ്. ഇനി ബാക്ടീരിയോഫേജ് because of their higher number per cell have very high copy numbers of their genome within the bacterial cell. Bacteriophages ഒരുപാട് എണ്ണം ഉണ്ടാകുമ്പോൾ അവിടെ എന്തുണ്ടാകും, high copy numbers of their genome. Genome higher copy numbers ഉണ്ടാകും bacterial cell. ഇനി some plasmids may have only 1 or 2 copies per cell. Bacteriophage ഇഷ്ടംപോലെ copies ഉണ്ടാകുന്നുണ്ടെങ്കിൽ പ്ലാസ്മിഡ്സ് 1-2 കോപ്പികളെ ഒരു സെല്ലിൽ കാണുള്ളൂ. whereas others may have 15 to 100 copies per cell. but ചിലതിനൊക്കെ 15 to 100 copies വരെ ഒരു സെല്ലിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. their numbers can go even higher. ഇനി ഇവരുടെ നമ്പേഴ്സ് മേ ബി ഹയർ ആവാനുള്ള സാധ്യതയുണ്ട്. if we are able to link an alien piece of DNA with bacteriophage or plasmid DNA. Plasmid DNA അല്ലെങ്കിൽ bacteriophage ആയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന alien piece of DNA ലിങ്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ we can multiply its number equal to the copy number of the plasmid or bacteriophage. ഓൾറെഡി പറഞ്ഞു bacteriophages ഇഷ്ടം പോലെ ഉണ്ടാകും ബാക്ടീരിയൽ സെല്ലിൽ. അതുപോലെ തന്നെ പ്ലാസ്മിഡ് 1 or 2 ആണ് കാണുന്നത്, മേ ബി 15 to 100 കോപ്പീസ് ഓഫ് പ്ലാസ്മിഡ്സ് കാണാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇവരായിട്ട് ഏലിയൻ പീസ് ഓഫ് DNA ലിങ്ക് ചെയ്യുന്ന സമയത്ത് ബാക്ടീരിയോഫേജ് ഇഷ്ടംപോലെ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഡിസൈറബിൾ ആയിട്ടുള്ള റിക്കോംബിനന്റ് DNA എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് കോപ്പീസ് ഇറ്റ്സെൽഫ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ പ്ലാസ്മിഡ് DNA ആയിട്ട് കമ്പൈൻ അല്ലെങ്കിൽ ലിങ്ക് ചെയ്യുന്നത് വഴി എന്ത് ചെയ്യുന്നുണ്ട്, അവര് പ്ലാസ്മിഡ് DNA 1 or 2 അല്ലെങ്കിൽ 15 to 100 ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത്രയും തന്നെ റീകോംബിനന്റ് DNA എന്ത് ചെയ്യുന്നുണ്ട്, ഉണ്ടാകുന്നുണ്ട്. ഇതിനൊപ്പം തന്നെയാണല്ലോ അതും ഫോം ചെയ്യുന്നത്. ഓക്കെ, then vectors used at present are engineered in such a way that they help easy linking of foreign DNA and selection of recombinants from non-recombinants. പണ്ട് യൂസ് ചെയ്തതിനേക്കാളും കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വെക്ടേഴ്സ് ആണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. എഞ്ചിനീയർഡ് ആയിട്ടുള്ള വെക്ടേഴ്സ് ആണ്. അതായത് അതിനെ ഫോറിൻ DNA ആയിട്ട് ഈസിലി ലിങ്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവും. അതുപോലെ തന്നെ റീകോംബിനൻസ്, ഓക്കെ, റീകോംബിനന്റ് DNA അല്ലെങ്കിൽ അതിനെ നമുക്ക് റീകോംബിനൻസ് എന്നും പറയാം. റീകോംബിനൻസിനെയും നോൺ റീകോംബിനൻസിനെയും സെലക്ട് ചെയ്യാൻ ഈസി ആക്കിത്തരുന്ന വെക്ടേഴ്സും ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ക്ലോണിംഗ് വെക്ടേഴ്സ് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയി എന്നാണ് പറയുന്നത്. ദെൻ ഇനി ഈ ക്ലോണിംഗ് വെക്ടേഴ്സിന് ഉള്ള കുറച്ച് പ്രത്യേകതകൾ എന്താണെന്ന് നോക്കാം. ഇപ്പം ഒരു ക്ലോണിംഗ് വെക്ടർ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ക്ലോണിംഗ് വെക്ടറിന് ഒരു എക്സാമ്പിൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പറയേണ്ടതാണ് PBR322. ഓക്കെ, അതൊരു ക്ലോണിംഗ് വെക്ടർ ആണ്. ദെൻ അതിന്റെ ഫീച്ചേഴ്സ് എന്താണെന്ന് നോക്കാം. ഫീച്ചേഴ്സിൽ ഫസ്റ്റ് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ, ഓറൈ. ദിസ് ഇസ് എ സീക്വൻസ് ഫ്രം വേർ റെപ്ലിക്കേഷൻ സ്റ്റാർട്ട്സ്. എവിടെ നിന്നാണ് റെപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒറൈ അല്ലെങ്കിൽ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷനിൽ നിന്ന് മാത്രമാണ് റെപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഓക്കെ, ദെൻ അപ്പൊ അതാണ് അതിന്റെ ഒരു പ്രത്യേകത. ദെൻ സെലക്ടബിൾ മാർക്കർ. ഇൻ അഡീഷൻ ടു ഒറൈ, വെക്ടർ റിക്വയർസ് എ സെലക്ടബിൾ മാർക്കർ. വെക്ടറിന് ഒരു സെലക്ടബിൾ മാർക്കർ വേണം. ആ സെലക്ടബിൾ മാർക്കർ എന്തിനാണ് ഹെൽപ്പ് ചെയ്യുക? ഐഡന്റിഫൈങ് ആൻഡ് എലിമിനേറ്റിംഗ് നോൺ ട്രാൻസ്ഫോർമൻസ് and selectively permitting the growth of transformants. അതായത് ഈ സെലക്ടബിൾ മാർക്കേഴ്സിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവര് ഐഡന്റിഫൈ ചെയ്യും, ട്രാൻസ്ഫോർമൻസ് ആണോ നോൺ ട്രാൻസ്ഫോർമൻസ് ആണോ എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യും. നോൺ ട്രാൻസ്ഫോർമൻസ് ആണെന്നുണ്ടെങ്കിൽ അതിനെ എലിമിനേറ്റ് ചെയ്യും, ട്രാൻസ്ഫോർമൻസ് ആണെന്നുണ്ടെങ്കിൽ അതിനെ എന്ത് ചെയ്യും, ഗ്രോ ചെയ്യാനായിട്ട് പെർമിറ്റ് ചെയ്യും. ട്രാൻസ്ഫോർമൻസ് ആൻഡ് നോൺ ട്രാൻസ്ഫോർമൻസ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത്, ട്രാൻസ്ഫോർമേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പീസ് ഓഫ് DNA ഇപ്പൊ റീകോംബിനന്റ് DNA ആയിട്ട് എന്ത് ചെയ്തു, ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതിനെ എടുത്തിട്ട് റീകോംബിനന്റ് DNA ഒരു ഹോസ്റ്റ് ബാക്ടീരിയത്തിലോട്ട് വെക്കുമ്പോൾ ആ ഒരു പ്രൊസീജിയറിനെയാണ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ റീകോംബിനന്റ് DNA അല്ലാത്ത DNAs ആ ഒരു ബാക്ടീരിയത്തിൽ ഉണ്ടാകും. അപ്പൊ അതിനെന്ത് ചെയ്യുന്നു, അതിനെയാണ് നോൺ റീകോംബിനൻസ് എന്ന് പറയുന്നത്. അതിനെ എലിമിനേറ്റ് ചെയ്യുന്നു. റീകോംബിനന്റ് DNA അതാണ് റീകോംബിനൻസ് എന്ന് പറയുന്നത്. അതിനെ എന്ത് ചെയ്യുന്നു, ഗ്രോത്തിന് വേണ്ടിയിട്ട് പെർമിറ്റ് ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങളാണ് സെലക്ടബിൾ മാർക്കേഴ്സ് ചെയ്യുന്നത്. നോർമലി ദ ജീൻസ് എൻകോഡിംഗ് റെസിസ്റ്റൻസ് ടു ആന്റിബയോട്ടിക്സ്. ആന്റിബയോട്ടിക്സിന് റെസിസ്റ്റന്റ് ആയിട്ടുള്ള ജീൻസ് ഉണ്ട്. അതാണ് ആംപിസിലിൻ, ക്ലോറാംഫെനിക്കോൾ,
ടെട്രാസൈക്ലിൻ ഓക്കനാമൈസിൻ. ഇത്രയാണ് ആന്റിബയോട്ടിക്സിന് റെസിസ്റ്റന്റ് ആയിട്ടുള്ള ജീൻസ് എന്ന് പറയുന്നത്. അപ്പൊ അതാണ് യൂഷ്വലി സെലക്ടബിൾ മാർക്കേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഈക്കോളൈയിൽ. ദെൻ ഈക്കോളൈ സെൽസ് ഡു നോട്ട് ക്യാരി റെസിസ്റ്റൻസ് അഗെയിൻസ്റ്റ് എനി ഓഫ് ദിസ് ആന്റിബയോട്ടിക്സ്. നോർമലി ഈക്കോളൈക്ക് ഒരിക്കലും ഈ ഒരു ആന്റിബയോട്ടിക്സിന് റെസിസ്റ്റൻസ് കാണിക്കുന്നില്ല നോർമലി. അപ്പൊ ഈ ഒരു സെലക്ടബിൾ മാർക്കേഴ്സ് യൂസ് ചെയ്യുന്നത് വഴി ഈ പറഞ്ഞിട്ടുള്ള ആന്റിബയോട്ടിക്സിന് അവർ എന്ത് ചെയ്യുന്നു, റെസിസ്റ്റൻസ് കാണിക്കുന്നുണ്ട്. അപ്പൊ അതാണ് സെലക്ടബിൾ മാർക്കേഴ്സ്. ദെൻ ക്ലോണിംഗ് സൈറ്റ്സ് ഇൻ ഓർഡർ ടു ലിങ്ക് ദ ഏലിയൻ DNA. ഏലിയൻ DNA കൊണ്ടുവന്ന് ലിങ്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് സൈറ്റ് വേണം, അതാണ് ക്ലോണിംഗ് സൈറ്റ്സ്. ഓക്കെ, അല്ലെങ്കിൽ അതിന് തന്നെ റെക്കഗ്നീഷൻ സൈറ്റ്സ് എന്ന് പറയാം. Okay, which are commonly used restriction enzymes. Presence of more than one recognition site within the vector will generate several fragments. Okay, ഒരേപോലത്തെ തന്നെ റെക്കഗ്നിഷൻ സൈറ്റ്സ് ഒരുപാട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, അവിടെ ഒരുപാട് സെവറൽ ഫ്രാഗ്മെന്റ്സ് വരും. ഓക്കെ, അതായത് കട്ട് ചെയ്യുന്ന സമയത്ത് വിച്ച് വിൽ കോംപ്ലിക്കേറ്റ് ദ ജീൻ ക്ലോണിംഗ്. അതായത് ഒരുപാട് സെയിം ആയിട്ടുള്ള റെക്കഗ്നിഷൻ സൈറ്റ് വരുന്ന സമയത്ത് ആ വെക്ടറിന്റെ പല സ്ഥലത്ത് കട്ട് വരും. കാരണം റെസ്ട്രിക്ഷൻ എൻസൈമിന് ഒരു സ്പെസിഫിക് റെക്കഗ്നിഷൻ സീക്വൻസ് ഉണ്ട്, അതിനെ ഫൈൻഡ് ചെയ്തിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പം സെയിം ആയിട്ടുള്ള റെക്കഗ്നിഷൻ സീക്വൻസ് എവിടെയൊക്കെ വരുന്നോ അവിടേക്കും ആ വെക്ടറിനെ എന്ത് ചെയ്യും, കട്ട് ചെയ്യും. അപ്പൊ പല ഫ്രാഗ്മെന്റ്സ് വരും. ഈ ഫ്രാഗ്മെന്റ്സ് പലത് വന്നിട്ടുണ്ടെങ്കിൽ ഏലിയൻ DNA വന്ന് ലിങ്ക് ചെയ്യാൻ എന്ത് ചെയ്യില്ല, അത് കോംപ്ലിക്കേറ്റഡ് ആകും. ഓക്കെ, അപ്പോൾ സെവറൽ സ്പെസിഫിക് ആയിട്ടുള്ള സൈറ്റ്സ് വരാൻ വേണ്ടി പാടില്ല, ഒരൊറ്റ റെക്കഗ്നിഷൻ സൈറ്റേ വരാൻ പാടുള്ളൂ. Okay, then the ligation of alien DNA is carried out at restriction site present in one of the two antibiotic resistance. അപ്പൊ അതിനൊരു എക്സാമ്പിൾ പറയുന്നത്, ഇപ്പം ഫോറിൻ DNA BAM-H1 എന്ന് പറഞ്ഞിട്ടുള്ള സൈറ്റിൽ ആണ് വന്നിട്ട് അറ്റാച്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ ലിഗേറ്റ് ചെയ്യുന്നത്. അതായത് അത് ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ് ജീനാണ്. ഇപ്പോൾ വെക്ടർ PBR328 BAM-H1 എന്ന് പറയുന്നത്, ഇപ്പോൾ ഇവിടെ നോക്കിയാൽ അറിയാം ഇത് PBR322 ആണ്. അതിന്റെ BAM-H1 സൈറ്റ് എന്ന് പറയുന്നത് ടെട്രാസൈക്കിളിന് റെസിസ്റ്റന്റ് ആയിട്ടുള്ള സൈറ്റ് ആണ്. അപ്പൊ അവിടെ വന്നിട്ട് ഫോറിൻ DNA ലിഗേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്തുണ്ടാവില്ല, പിന്നെ ആ ഒരു വെക്ടറിന് ഈ ഒരു കപ്പാസിറ്റി, അതായത് ടെട്രാസൈക്കിളിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവില്ല. ഓക്കെ, അതാണ് പിന്നെ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. The recombinant plasmid will lose tetracycline resistance due to the insertion of the foreign DNA, but can still be selected out from the non-recombinant ones by plating the transformants on ampicillin containing medium. ഇതിൽ നിന്നും ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഇപ്പം ഏത് സൈറ്റിലാണോ എന്ത് പറയുന്നത്, ഇപ്പം ഏലിയൻ DNA വന്ന് അറ്റാച്ച് ചെയ്യുന്നത്, ആ ഒരു പ്ലേസ് അവിടെ നിന്ന് പോയി, പിന്നെ അവിടെ ഏലിയൻ പീസ് ഓഫ് DNA ആണ്. അപ്പൊ അവിടെ BAM-H1 ആണെന്നുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ് പിന്നെ അവിടെ ഉണ്ടായിരിക്കില്ല. ഇനി വേറെ പ്ലേസിലാണെന്നുണ്ടെങ്കിൽ അത് എന്തിനോടാണ്, ഏത് ആന്റിബയോട്ടിക്സിനാണ് റെസിസ്റ്റൻസ് കാണിക്കുന്നത്, പിന്നെ ആ ഒരു റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ആ ഒരു എബിലിറ്റി ആ ഒരു വെക്ടറിന് ഉണ്ടായിരിക്കില്ല. ഇതാണ് മെയിൻ ആയിട്ട് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ദെൻ ഇപ്പം നമ്മൾ ഇൻസേർഷൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി ഒരു ടേം എന്ന് പറയുന്നത് ഇൻസേർഷണൽ ഇനാക്ടിവേഷൻ എന്നാണ്. അതായത് ഇപ്പം ഓൾട്ടർനേറ്റീവ് സെലക്ടബിൾ മാർക്കേഴ്സ് ഹാസ് ബീൻ ഡെവലപ്ഡ് വിച്ച് ഡിഫറൻഷിയേറ്റ് റിക്കോമിനൻസ് ഫ്രം നോൺ റിക്കോമിനൻസ്. അതായത് ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള സെലക്ടബിൾ മാർക്കേഴ്സ് യൂസ് ചെയ്യുമ്പോൾ അവിടെ റിക്കോമിനൻസിനെയും നോൺ റിക്കോമിനൻസിനെയും എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും ഓൺ ദ ബേസിസ് ഓഫ് ദെയർ എബിലിറ്റി ടു പ്രൊഡ്യൂസ് കളർ in the presence of a chromogenic substrate. ഇപ്പൊ ക്രോമോജനിക് സബ്സ്ട്രേറ്റിന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ അവിടെ അവർക്ക് കളർ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. ആർക്ക്? ഈ സെലക്ടബിൾ മാർക്കേഴ്സിന്. അങ്ങനെ അവർക്ക് റിക്കോമ്പിനൻസിനും നോൺ റിക്കോമ്പിനൻസിനെയും രണ്ടിനെയും എന്ത് ചെയ്യാൻ പറ്റും, ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇൻ ദിസ് എ റിക്കോമിനന്റ് DNA is inserted within the coding sequence of the enzyme beta galactosidase. അപ്പൊ ഈ റിക്കോമിനന്റ് DNA എന്ത് ചെയ്യാണ്, ഒരു ബീറ്റ ഗാലക്ടോസിഡേസ് എന്ന് പറഞ്ഞിട്ടുള്ള എൻസൈമിലോട്ട് ഇൻസേർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്ന, അവിടെ ആ ഒരു എൻസൈമിനെ, അതായത് കളർ ചെയ്യുന്ന എൻസൈമിനെ ഇനാക്ടിവേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ അതിനെയാണ് ഇൻസേർഷണൽ ഇനാക്ടിവേഷൻ എന്ന് പറയുന്നത്. ഈ ക്രോമോജനിക് സബ്സ്ട്രേറ്റിന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ അവിടെ ബ്ലൂ കളേർഡ് കോളനീസ് ഉണ്ടാകും. ഇഫ് ദ പ്ലാസ്മിഡ് ഇൻ ദ ബാക്ടീരിയ ഡസ് നോട്ട് ഹാവ് എൻ ഇൻസേർട്ട് ഇല്ലെങ്കിൽ അവിടെ ബ്ലൂ കളേർഡ് കോളനീസ് ഉണ്ടാകും.
അപ്പം പ്രസൻസ് ഓഫ് ഇൻസെർട്ട് റിസൾട്ട്സ് ഇൻ ടു ഇൻസേർഷണൽ ഇനാക്ടിവേഷൻ. അപ്പൊ അവിടെ എന്തുണ്ടാവില്ല? കളർ ഉണ്ടാവില്ല, ബ്ലൂ കളർ ഉണ്ടാവില്ല. ആൽഫ ഗാലക്ടോസിഡേസിന്റെ ഇനാക്ടിവേഷൻ അവിടെ നടക്കും. കാരണം ബീറ്റ ഗാലക്ടോസിഡേസ് അവിടെ കൊണ്ടുവരുമ്പോൾ ആൽഫ ഗാലക്ടോസിഡേസിന്റെ ഇനാക്ടിവേഷൻ നടക്കും. അങ്ങനെ അവിടെ കളേഴ്സ് ഫോം ചെയ്യില്ല. അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും? റീകോമ്പിനന്റ് കോളനീസിനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു പ്രോസസ്സിനെയാണ് ഇൻസേർഷണൽ ഇനാക്ടിവേഷൻ എന്ന് പറയുന്നത്. ക്രോമോജനിക് സബ്സ്ട്രേറ്റ്സിന്റെ പ്രസൻസിൽ സെലക്ടബിൾ മാർക്കേഴ്സിനെ റീകോമ്പിനൻസിനെയും നോൺ റീകോമ്പിനൻസിനെയും മനസ്സിലാക്കാനായിട്ട് പറ്റും. എന്തുകൊണ്ടാണ്? അവർക്ക് കളർ ഉണ്ട്, അതുകൊണ്ട്. ഇനി ഇപ്പോൾ റീകോമ്പിനന്റ് DNA ഇൻസേർട്ട് ചെയ്യുന്നത് വഴി, ഇപ്പോൾ റീകോമ്പിനന്റ് DNAയിലോട്ട് ബീറ്റ ഗാലക്ടോസിഡേസ് ഇൻസേർട്ട് ചെയ്യുന്നത് വഴി അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ആൽഫ ഗാലക്ടോസിഡേസിന്റെ ഇനാക്ടിവേഷൻ നടക്കുന്നു. അപ്പൊ അവിടെ കളർ പ്രൊഡ്യൂസ് ചെയ്യില്ല. അങ്ങനെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? റീകോമ്പിനൻസിനെയും നോൺ റീകോമ്പിനൻസിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും, ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഇതിനെയാണ് ഇൻസേർഷണൽ ഇനാക്ടിവേഷൻ എന്ന് പറയുന്നത്. ദെൻ ആനിമൽസിലും പ്ലാന്റ്സിലും യൂസ് ചെയ്യുന്ന വെക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ആനിമൽസ്, ഇപ്പം ഏറ്റവും ഫസ്റ്റ് ഒരു കാര്യം പറയാം. അതായത് പ്ലാന്റ്സിൽ യൂസ് ചെയ്യുന്ന ഒന്നാണ് ഇപ്പം a pathogen of several dicot plants is able to deliver a piece of DNA which is known as tDNA. അതായത് ഇപ്പം ഒരു ഡൈക്കോട്ട് പ്ലാന്റിൽ വരുന്ന ഒരു പാത്തജൻ, അതാണ് ഈ ആഗ്രോബാക്ടീരിയം ട്യൂമിഫേഷ്യൻസ്. അപ്പൊ അതിനെ tDNA ഡെലിവർ ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റി ഉണ്ട്. പ്ലാന്റ്സിലോട്ട് tDNA ഡെലിവർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള ആൾക്കാരാണ് ആഗ്രോബാക്ടീരിയം ട്യൂമിഫേഷ്യൻസ്. ഇവർ tDNA പ്ലാന്റ്സിലോട്ട് എന്ത് ചെയ്യുന്നു? ഡൈക്കോട്ട് പ്ലാന്റ്സിലോട്ട് ഡെലിവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നോർമൽ പ്ലാന്റ് സെൽസ് ട്യൂമറസ് പ്ലാന്റ് സെല്ലായിട്ട് മാറാണ് ചെയ്യുന്നത്. ഓക്കെ, ആഗ്രോബാക്ടീരിയം ട്യൂമിഫേഷ്യൻസ് ഒരു പാത്തജൻ ആണ്. അത് ഡൈക്കോട്ട് പ്ലാന്റ്സിന് ഡിസീസസ് കോസ് ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ ഈ ഡൈക്കോട്ട് പ്ലാന്റിൽ ഇവരെന്ത് ചെയ്യും? tDNAs ഇൻസേർട്ട് ചെയ്യും, അല്ലെങ്കിൽ ഡെലിവർ ചെയ്യുന്ന സമയത്ത് അവിടെ ട്യൂമർ, നോർമൽ ആയിട്ടുള്ള പ്ലാന്റ്സിലെ ട്യൂമർ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ട്യൂമർ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി ഇതുപോലെ തന്നെ ആനിമൽസിലെ ക്യാൻസറസ് സെൽസ് ഫോം ചെയ്യുന്ന ഒന്നാണ് റിട്രോവൈറസസ്. അത് ആനിമൽസിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മുടെ ആനിമൽ നോർമൽ സെൽസ് ക്യാൻസറസ് സെൽസ് ആയിട്ട് മാറും. അപ്പൊ ഈ റിട്രോവൈറസ് നമുക്ക് എന്ത് കോസ് ചെയ്യും? ക്യാൻസർ കോസ് ചെയ്യുന്ന ഒന്നാണ്. ഇനി ഇപ്പം ഇവരെ പറ്റി കൂടുതലായിട്ട് സ്റ്റഡി ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ പുതിയ പുതിയ സംഭവങ്ങൾ ഉണ്ടാക്കി. അതായത് ബാക്ടീരിയം ട്യൂമിഫേഷ്യൻസിൽ നിന്നും ട്യൂമർ ഇൻഡ്യൂസിങ് TI പ്ലാസ്മിഡ്സ് ഉണ്ടാക്കി, മോഡിഫൈ ചെയ്തു. അത് ട്യൂമർ ഇൻഡ്യൂസിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്യൂമർ ഉണ്ടാക്കുന്ന TI പ്ലാസ്മിഡ്സ് എന്ത് ചെയ്തു? മോഡിഫൈ ചെയ്തു. അത് ക്ലോണിങ് വെക്ടേഴ്സ് ആയിട്ട് മാറ്റി. ക്ലോണിങ് വെക്ടേഴ്സ് ആയിട്ട് മാറ്റുന്ന സമയത്ത് അവരുടെ ഈ ട്യൂമർ ഇൻഡ്യൂസിങ് കപ്പാസിറ്റി എന്ത് ചെയ്തു? അവിടെ കുറച്ചു. ഓക്കെ, അപ്പൊ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? പാത്തോജൻസ് ആയിട്ട് ആക്ട് ചെയ്യാനായിട്ട് പറ്റില്ല. അങ്ങനെ ഈ TI പ്ലാസ്മിഡ്സിനെയാണ് എന്ത് ചെയ്യുന്നത്? പ്ലാന്റ്സിലെ വെക്ടേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ദെൻ സിമിലർലി റിട്രോവൈറസസ് നമുക്ക് ക്യാൻസേഴ്സ് കോസ് ചെയ്യുന്നതാണ്. അപ്പൊ ആ റിട്രോവൈറസിനെ ഫസ്റ്റ് ഡിസാം ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിസൈറബിൾ ജീൻസിനെ ആനിമൽ സെല്ലിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ റിട്രോവൈറസിനെ യൂസ് ചെയ്യുന്നു. അപ്പൊ അവര് വെക്ടറാണ്. ആനിമൽസിൽ യൂസ് ചെയ്യുന്ന വെക്ടറാണ് ആര്? റിട്രോവൈറസസ്. യൂഷ്വലി അവര് എന്താണ്? ക്യാൻസർ കോസ് ചെയ്യുന്നവരാണ്. ബട്ട് അവരെ ഡിസാം ചെയ്തിട്ടാണ് വെക്ടേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പം അവർക്ക് ആ ഒരു ക്യാൻസർ കോസ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടായിരിക്കില്ല. സോ വൺസ് എ ജീൻ ഓർ DNA ഫ്രാഗ്മെന്റ് ഹാസ് ബീൻ ലിഗേറ്റഡ്, വൺസ് ഒരു ജീനോ അല്ലെങ്കിൽ DNA ലിഗേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു സ്യൂട്ടബിൾ വെക്ടറിനോട് ലിഗേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ഇൻ ടു എ ബാക്ടീരിയൽ ഓർ പ്ലാന്റ് ഓർ ആനിമൽ ഹോസ്റ്റ്. ഏതിലോട്ട് വേണമെങ്കിലും, ഇപ്പം ഒരു റീകോമ്പിനന്റ് DNA ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്ലാന്റിലോട്ടോ ആനിമലിലോട്ടോ അല്ലെങ്കിൽ ബാക്ടീരിയത്തിലോട്ടോ എന്ത് ചെയ്യാൻ പറ്റും? അതിനെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റും. അതാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ദെൻ കോമ്പീറ്റന്റ് ഹോസ്റ്റ് ഫോർ ട്രാൻസ്ഫോർമേഷൻ വിത്ത് റീകോമ്പിനന്റ് DNA. ഇനി റീകോമ്പിനന്റ് DNA ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റിയിട്ടുള്ള ഹോസ്റ്റിനെയാണ് കോമ്പീറ്റന്റ് ഹോസ്റ്റ് എന്ന് പറയുന്നത്. സിൻസ് DNA ഇസ് ഹൈഡ്രോഫിലിക് മോളിക്യൂൾ, DNA അതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു അല്ലെങ്കിൽ ഒരു ഐഡിയ ആണ് എന്ത്? DNA എന്ന് പറയുന്നത് ഹൈഡ്രോഫിലിക്, ദാറ്റ് ഈസ് വാട്ടർ ലവിങ് ആണ്. ഇറ്റ് കനോട്ട് പാസ് ത്രൂ സെൽ മെംബ്രെയിൻ. ഇതിന് സെൽ മെംബ്രെയിനിൽ കൂടെ പാസ് ചെയ്യാൻ പറ്റില്ല. വൈ? ഇൻ ഓർഡർ ടു ഫോഴ്സ് ബാക്ടീരിയ ടു ടേക്ക് അപ്പ് ദ പ്ലാസ്മിഡ്, ദ ബാക്ടീരിയൽ സെൽ മസ്റ്റ് ഫസ്റ്റ് ബി മെയ്ഡ് കോമ്പീറ്റന്റ്. അപ്പൊ ഇവർക്ക് ബാക്ടീരിയൽ സെൽ മെംബ്രെയിനിലോട്ട് പാസ് ചെയ്ത് പോകാനായിട്ട് പറ്റില്ല. ആർക്ക്? DNA ക്ക്. കാരണം അത് ഹൈഡ്രോഫിലിക് മോളിക്യൂൾ ആണ്. സോ ഫസ്റ്റ് ഇസ് മസ്റ്റ് ബി മെയ്ഡ്
കോമ്പീറ്റന്റ്. അപ്പൊ ഏറ്റവും ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ട്രാൻസ്ഫോർമേഷന് മുമ്പ് ഈ DNA കോമ്പീറ്റന്റ് ആക്കണം. ഓക്കെ, ദിസ് ഇസ് ഡൺ ബൈ ട്രീറ്റിംഗ് ദം വിത്ത് സ്പെസിഫിക് കോൺസെൻട്രേഷൻ ഓഫ് ഡൈവാലന്റ് കാറ്റയോൺ. അപ്പൊ ഇവരെ തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, ഫസ്റ്റ് കോമ്പീറ്റന്റ് ആക്കണം എന്നുണ്ടെങ്കിൽ ചെയ്യുന്നത് ഡൈവാലന്റ് കാറ്റയോൺ ആയിട്ടുള്ള കാൽഷ്യം ആയിട്ട് ഇവരെ എന്ത് ചെയ്യാണ്, ട്രീറ്റ് ചെയ്യാണ്. which increases the efficiency with which the DNA enters the bacterium through the pores in its cell wall. അങ്ങനെ ഡൈവാലന്റ് കാറ്റയോൺ ഓർ കാൽഷ്യം ആയിട്ട് ഇവരെ ഈ ഒരു DNA റിക്കോംബിനന്റ് DNA എന്ത് ചെയ്യാണ്, മിക്സ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് ഇവർക്ക് ബാക്ടീരിയത്തിലൂടെ അല്ലെങ്കിൽ സെൽ മെമ്പറിലൂടെ പാസ് ചെയ്യാൻ അല്ലെങ്കിൽ സെൽ വോളിലൂടെ പാസ് ചെയ്യാനായിട്ടുള്ള എബിലിറ്റി കിട്ടുകയാണ്. ഓക്കെ, recombinant DNA can then forced into such cell by incubating the cell with recombinant DNA. അങ്ങനെ ഓൺ ഐസിലെ ഈ ഒരു ബാക്ടീരിയം അതുപോലെ തന്നെ ഈ ഒരു സെൽ അല്ലെങ്കിൽ ബാക്ടീരിയം വാട്ട് എവർ ഇറ്റ് ഈസ്, അപ്പോൾ ഐസിൽ റിക്കോംബിനന്റ് DNAയും ഇതുപോലെ സെല്ലും തമ്മിൽ ഇൻക്യൂബേറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും, ഈ റിക്കോംബിനന്റ് DNA ഇവർ ഓൾറെഡി കോമ്പിറ്റന്റ് ആക്കി, ഡൈവാലന്റ് കാറ്റയോൺ വെച്ച് കോമ്പിറ്റന്റ് ആക്കി, അതായത് കാൽഷ്യം വെച്ച് കോമ്പിറ്റന്റ് ആക്കി. അങ്ങനെ ഈ കോമ്പിറ്റന്റ് ആക്കിയിട്ടുള്ള DNA എന്ത് ചെയ്യാൻ പറ്റും, ഐസിൽ ഈ ഒരു റിക്കോംബിനന്റ് DNA അതുപോലെ തന്നെ സെല്ലും വെക്കുന്ന സമയത്ത് ഇൻക്യൂബേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ റിക്കോംബിനന്റ് DNAക്ക് ഈ ഒരു സെല്ലിലോട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇൻസേർട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, എന്നിട്ട് ഈ ഒരു സംഭവത്തിന് ഇൻക്യൂബേറ്റ് ചെയ്യുന്നത് 42 ഡിഗ്രി സെൽഷ്യസ് ഹീറ്റ് ഷോക്കിലാണ് ഇവരെ എന്ത് ചെയ്യുക, പ്ലേസ് ചെയ്യുന്നത്. ദെൻ പുട്ടിംഗ് ദം ബാക്ക് ഓൺ ഐസ്. This enable the bacteria to take up the recombinant DNA. അങ്ങനെയാണ് ബാക്ടീരിയൽ സെല്ലിൽ എന്ത് ചെയ്യുന്നത്, ഈ ഒരു റിക്കോംബിനന്റ് DNA ടേക്കപ്പ് ചെയ്യുന്നത്. ഒരിക്കലും അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇൻജെക്ട് ചെയ്യണം, അല്ലെങ്കിൽ പിന്നെ നടക്കുന്നത് ഈ ഒരു മെത്തേഡാണ്. അതായത് DNA ഫസ്റ്റ് ഡൈവാലന്റ്, ഇതൊരു ഹൈഡ്രോഫിലിക് ആയിട്ടുള്ള മോളിക്യൂൾ ആയതുകൊണ്ട് ഡൈവാലന്റ് കാറ്റയോൺ കാൽഷ്യം വെച്ച് ട്രീറ്റ് ചെയ്യുന്നു, ഇവർക്ക് കോമ്പിറ്റൻസി കിട്ടുന്നു. അങ്ങനെ ഒരു ഐസിലെ ഈ ഒരു റിക്കോംബിനന്റ് DNAയും സെല്ലും വെക്കുന്നത് വഴി ഒരു 42 ഡിഗ്രി സെൽഷ്യസിലാണ് ഇത് കീപ്പ് ചെയ്യുന്നത്. അതുവഴി എന്ത് ചെയ്യാൻ പറ്റും, ഈ സെല്ലിന് ഈ റിക്കോംബിനന്റ് DNA ടേക്കപ്പ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെയാണ് അവിടെ എന്ത് ചെയ്യുന്നത്, ഈ ബാക്ടീരിയത്തിലോട്ട് റിക്കോംബിനന്റ് DNA എത്തുന്നത് അല്ലെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നത്. ദെൻ ദിസ് ഈസ് ഓൺലി ദ വേ ടു ഇൻട്രൊഡ്യൂസ് ഏലിയൻ DNA ഇൻടു ഹോസ്റ്റ് സെൽ. ഇങ്ങനെയാണ് ഏലിയൻ DNA ഓർ റിക്കോംബിനന്റ് DNA ഹോസ്റ്റ് സെല്ലിലോട്ട് എത്തുന്നത്. ഓക്കെ, ഇനി ഏലിയൻ DNA ഇപ്പം റിക്കോംബിനന്റ് DNA ആയാലും അല്ലെങ്കിൽ ഏലിയൻ DNA എത്തുന്നതും എങ്ങനെയാണ്, ഈ ഒരു മെത്തേഡ് വഴിയാണ്. ഇനി ഈ ഒരു വേ മാത്രമല്ല എന്ത് ചെയ്യാനുള്ളത്, ഏലിയൻ DNA ഹോസ്റ്റ് സെല്ലിലോട്ട് ഇൻസേർട്ട് ചെയ്യാനുള്ളത് വേറെയും മെത്തേഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം അതിനെയാണ് മൈക്രോ ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞു ഇൻജക്ട് ചെയ്യാനായിട്ട് പറ്റും എന്ന് പറഞ്ഞു. അപ്പോൾ ആനിമൽ സെല്ലിലെ ന്യൂക്ലിയസിലോട്ട് റിക്കോംബിനന്റ് DNA ഡയറക്ട്ലി ഇൻജക്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ പിന്നെയാണ് ഈ ഒരു കോമ്പിറ്റൻസി വേ പറഞ്ഞത്. ദെൻ അനദർ മെത്തേഡ് എന്ന് പറയുന്നത് സ്യൂട്ടബിൾ ഫോർ പ്ലാന്റ് സെൽ. പ്ലാന്റ് സെല്ലിലോട്ട് ഈ ഒരു റിക്കോംബിനന്റ് DNA ആനിമൽ സെല്ലിലോട്ട് എത്തിക്കണം എന്നുണ്ടെങ്കിൽ മൈക്രോ ഇഞ്ചക്ഷൻ മതി. പ്ലാന്റ് സെല്ലിലോട്ട് റിക്കോംബിനന്റ് DNA എത്തിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ ജീൻ ഗൺസ് അല്ലെങ്കിൽ ബയോളിസ്റ്റിക്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അവിടെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലാന്റ് സെൽ ഉണ്ട്, അപ്പം അതിലോട്ട് എത്താൻ വേണ്ടിയിട്ട് ഈ ഒരു ഹൈ വെലോസിറ്റി മൈക്രോ പാർട്ടിക്കിൾസ് ഓഫ് ഗോൾഡ് ഓർ ടങ്സ്റ്റൺ കോട്ടഡ് വിത്ത് DNA എന്ത് ചെയ്യാണ്, ഗോൾഡ് ഓർ ടങ്സ്റ്റൺ വെച്ച് കോട്ട് ചെയ്യാണ്. എന്നിട്ട് ആ ഒരു DNA കോട്ട് ചെയ്ത ഗോൾഡ് അല്ലെങ്കിൽ ടങ്സ്റ്റൺ ആയിട്ട് കോട്ട് ചെയ്ത DNA ആണ് ജീൻ ഗൺ അല്ലെങ്കിൽ ബയോളിസ്റ്റിക്സ് വെച്ചിട്ട് ഈ ഒരു പ്ലാന്റ് സെൽ ന്യൂക്ലിയസിലോട്ട് എന്ത് ചെയ്യുന്നത്, ഷൂട്ട് ചെയ്യുന്നത്. അങ്ങനെ റിക്കോംബിനന്റ് DNA എന്ത് ചെയ്യുന്നുണ്ട്, പ്ലാന്റ് സെല്ലിലോട്ട് ഇൻസേർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്ലാന്റ് സെല്ലിലോട്ട് റിക്കോംബിനന്റ് DNA എത്തണം എന്നുണ്ടെങ്കിൽ അതിന്റെ ട്രാൻസ്ഫോർമേഷന് ഹെൽപ്പ് ചെയ്യുന്നതാണ് ജീൻ ഗൺസ്. ആനിമൽ സെല്ലിന്റെ ന്യൂക്ലിയസിലോട്ട് എത്തണം എന്നുണ്ടെങ്കിൽ റിക്കോംബിനന്റ് DNA എത്തണം എന്നുണ്ടെങ്കിൽ അതിന് യൂസ് ചെയ്യുന്നതാണ് എന്ത്, മൈക്രോ ഇഞ്ചക്ഷൻ. ആൻഡ് ദെൻ വേറൊരു മെത്തേഡ് ബാക്ടീരിയൽ സെല്ലിലോട്ട് എത്തണം എന്നുണ്ടെങ്കിൽ അതിനു വേണ്ടി ഇൻക്യൂബേഷൻ, ഐസിൽ ഇൻക്യൂബേഷൻ ചെയ്യാണ് ചെയ്യുന്നത്. പക്ഷെ അതിന് മുമ്പ് എന്ത് ചെയ്യണം, ഇതൊരു ഹൈഡ്രോഫിലിക് മോളിക്യൂൾ ആയതുകൊണ്ട് അതിന് ഡൈവാലന്റ് കാറ്റയോൺ കാൽഷ്യം ആയിട്ട് എന്ത് ചെയ്യും, ട്രീറ്റ് ചെയ്യും. എന്നിട്ടാണ് ഈ ഒരു കാര്യം ചെയ്യുന്നത്, അതായത് ബാക്ടീരിയൽ സെല്ലിനെ ഇൻക്യൂബേഷൻ ചെയ്യുന്നത്. അങ്ങനെ ഇൻക്യൂബേറ്റ് ചെയ്യുന്നത് വഴി എന്ത് ചെയ്യാൻ പറ്റും, ബാക്ടീരിയൽ സെല്ലിന് റിക്കോംബിനന്റ് DNA ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റും, അല്ലെങ്കിൽ അതിനെ അട്രാക്ട് ചെയ്യാനായിട്ട് പറ്റും. ദെൻ the last method uses disarmed pathogen vectors.
ഇനി വേറൊരു മെത്തേഡ് എന്ന് പറയുന്നത് ഡിസാംഡ്, അതായത് റിട്രോ വൈറസസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആനിമൽ വെക്ടർ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒന്നാണ് റിട്രോ വൈറസസ്. റിട്രോ വൈറസസ് യൂഷ്വലി ക്യാൻസർ കോസിംഗ് ആണ്, ബട്ട് അതിനെ ഡിസാം ചെയ്തിട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അത് ഡിസാംഡ് പാത്തജൻ വെക്ടേഴ്സ് ആയി. അപ്പൊ അതും ഇതുപോലെ തന്നെ റിക്കോംബിനന്റ് DNA ഹോസ്റ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ TI പ്ലാസ്മിഡ്സും യൂസ് ചെയ്യുന്നുണ്ട്, ട്രാൻസിന്റെ കേസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതും ഒരു വേ ആണ്. ദെൻ ഇനി അടുത്തതെന്ന് പറയുന്നത് പ്രോസസ് ഓഫ് റീകോംബിനന്റ് DNA ടെക്നോളജി ആണ്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.